പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की पवित्र नाम की स्तुति हो। ജെയിംസ് ജോർജ് ബ്രദറിനും ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. जेम्स पास्टर को और आज सम्मिलित हुए हमारे साथ जुड़े हुए तमाम लोगों को यीशु मसीह के नाम में सलाम और स्वागत। आपके നിങ്ങളുമായിട്ട് കർത്താവിന്റെ വചനം പങ്കുവെക്കുവാൻ കർത്താവ് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരം അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. आप लोगों के साथ परमेश्वर के वचन को प्रचार करने का, बांटने का जो ये समय दिया है उसके लिए परमेश्वर का धन्यवाद और स्तुति करता हूँ। ഞങ്ങളെ കഴിഞ്ഞ 21 വർഷമായിട്ട് ബീഹാറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇവിടേക്ക് ഞങ്ങളെ അയച്ചു. आप पिछले 21 साल से बिहार के प्रदेश में प्रभु की सेवा में है, प्रभु ने उनको वहां भेजा। ദൈവം ഇവിടെയുള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ അനേക അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നൽകിയുണ്ടായി. और वहां के मिशन के सेवा के संबंधित में बहुत से अनुभवों को उनके जीवन में दिया। കർത്താവ് നമ്മളെ അത്ഭുതകരമായിട്ട് ഇതുവരെയും വഴി നടത്തി. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर ने अद्भुत विधि से अभी तक आपको चलाया और परमेश्वर के तमाम विश्वास योग्यता के लिए प्रभु का धन्यवाद। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ വഴി അവരോട് ഉപദേശിച്ചതെന്നാൽ 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. मत्ती का समाचार 5वां अध्याय उसके पहले आयत में हम ऐसा पढ़ते हैं, वह इस भीड़ को देखकर पहाड़ पर चढ़ गया और जब बैठ गया तो उसके चेले उसके पास आए। അവിടെ 3 തരം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. यहाँ पर 3 तरह के लोगों को हम देख सकते हैं। 3 category of people. ഒന്ന് നമ്മൾ അവിടെ പുരുഷാരത്തെ കാണുന്നു. 3 श्रेणी के लोग, एक वहां पे भीड़ को हम देखते हैं। Yeah, we will proceed with prayer. Father, we come to your presence, Lord. Help us, Lord, in understanding your word, and let this be for our benefit, and let everyone be blessed, Lord, as we are meditating your word. Holy Spirit, you guide us. In Jesus' name we pray. Amen. ഇവിടെ നമ്മൾ പുരുഷാരത്തെ കാണുന്നു. यहाँ पर हम भीड़ को देखते हैं। അടുത്തത് ശിഷ്യന്മാരെ കാണും. दूसरा हम चेलों को देखते हैं। യേശുവിനെയും കാണും. और तीसरा यीशु को हम देखते हैं। അപ്പോൾ നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. अब हम इनमें से कौन से गुट में है, किस क्षेत्र में है, हमको सोचना है। ഇതിൽ പുരുഷാരത്തിന്റെ കൂട്ടത്തിലാണോ നമ്മൾ, അതോ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണോ? हम भीड़ के साथ है या हम चेलों के साथ है? പുരുഷാരം അവരെപ്പോഴും അവർക്ക് എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടി വരുന്നവരാണ്. भीड़ जो है हमेशा कुछ प्राप्त करने के लिए, क्या उन्हें हासिल करने के लिए आते हैं। ഞങ്ങൾ ബീഹാറിൽ ഇവിടെ സുവിശേഷം പറയുവാനായി പുതിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ വരുന്ന ചില ആളുകൾ ഞങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ട് പറയും, 15 साल थोड़ा झाड़ दीजिए, ബിമാരി ഹെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഒന്ന് ഒഴിഞ്ഞു വിട്ടേക്കാൻ പറയും. ഓരോർക്കുന്ന നമ്മളിങ്ങനെ ഒഴിയുന്ന ആൾക്കാരാണ്, അവർക്ക് അറിയത്തില്ല, അവരാദ്യമായിട്ട് വരുന്നവരാണ്. അത് കുഴപ്പമില്ല, അവരാദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ ചില ആളുകളുണ്ട്, അവര് 1 വർഷം കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളവുമായിട്ട് വരും. അപ്പൊ അവരെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു വിടണം. അപ്പൊ അവര് ചിലപ്പോ അത് കന്നുകാലിക്ക് കൊടുക്കും, വീട്ടിൽ അസുഖമുള്ള മക്കൾക്ക് കൊടുക്കും. അപ്പൊ അത് കൊടുത്ത് സൗഖ്യമാകണം. അവർക്ക് ആ സൗഖ്യമാകുക എന്നുള്ളതാണ് അവരുടെ സ്പിരിച്വാലിറ്റിയുടെ ലെവൽ. तो बिहार में अक्सर अलग अलग जगहों में जब जाते हैं, खासकर नए गांवों में वगैरह नए लोगों से जब प्रचार के लिए या सुसमाचार की सेवकाई में जाते हैं, तो बहुत से लोग ऐसे होते हैं जो आकर कहते हैं बस आप लोग आशीष देकर या दुआ देकर चले जाओ। या कुछ लोग ऐसे होते हैं कहते हैं कि प्रार्थना करके थोड़ा पानी दे देना, वो पानी वो पीते हैं या फिर उनके जानवरों को भी वो दे देते हैं। उनका लक्ष्य मकसद इतना ही है कि किसी तरह से चंगाई पाना है, उनकी आत्मीयता सिर्फ चंगाई तक है। നമ്മളൊക്കെ പുരുഷാരത്തിന്റെ ഭാഗമായിട്ട് യേശുവിന്റെ അടുക്കൽ എത്തിയവരായിരിക്കും. और हो सकता है हम भी भीड़ के समान यीशु के पास आए हुए लोग हो। എന്നാൽ പുരുഷാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തുടരുവാൻ പാടില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാവരും ശിഷ്യന്മാരുടെ വളർച്ചയിലേക്ക് കടന്നു വരാൻ. लेकिन भीड़ बनके हमें आगे
इसी तरह से नहीं रहना है। यीशु मसीह चाहते हैं कि हम चेलों की उस पदवी तक ऊपर उभर कर आए। ശിഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? चेला होने का मतलब क्या है? ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പിന്തുടരുന്നവൻ, ഗുരുവിനെ അനുകരിക്കുന്നവൻ. चेला होना या चेला का परिभाषा यह है, गुरु के पीछे जो होता है या गुरु का अनुकरण करने वाला। ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ ഗുരുവിനെ അനുഗമിക്കുന്ന പിന്തുടരുന്നവനാണ് ശിഷ്യൻ. ശിഷ്യൻ തീർച്ചയായിട്ടും ഗുരുവിനെ അനുഗമിച്ചിരിക്കും, പിന്തുടർന്നിരിക്കും. और गुरु और चेले के बीच का अगर उस संबंध को, उस रिश्ते को हम उसकी परिभाषा दे तो चेला वो है जो हमेशा गुरु के पदचिन्हों पे चलता है, वो गुरु का अनुयायी होता है, उसका अनुकरण करता है। വല്ലപ്പോഴും ഒരിക്കൽ, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഗുരുവിന്റെ അടുക്കൽ വരുന്ന ഒരാള് ആ ഗുരുവിന്റെ യഥാർത്ഥ ശിഷ്യനാകുവാൻ ബുദ്ധിമുട്ടാണ്. कभी कभार या हफ्ते में एक बार गुरु के पास आने वाला व्यक्ति चेला बनना मुश्किल है। യേശു പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, യദി കോയി മേരാ പീछे ആനാ ചാഹേ, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അതെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. മത്തായി 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 24-ാമത്തെ വാക്യത്തിൽ, അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. मत्ती का सुसमाचार 16-24 में यीशु मसीह ने स्वयं चेला होने का परिभाषा दिया है, जहां पर यीशु मसीह कहते हैं, यदि कोई मेरे पीछे आना चाहे तो अपने आप को त्याग कर या इनकार करे और अपना क्रूस उठाकर मेरे पीछे आए। हिंदी വളരെ നന്നായിട്ടാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. യദി കോയി മേരാ പീछे आना चाहे, कोई जरूरत नहीं, कोई जबरदस्ती नहीं, अगर आप इच्छा करते हैं, अगर आप निर्णय लेते हैं, നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, ആരും നമ്മളെ നിർബന്ധിച്ച് യേശുവിനെ പിൻപറ്റുവാൻ വേണ്ടി ആരും നിർബന്ധിക്കുകയല്ല. മറിച്ച് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ there is only one option, take up your cross and follow. हिंदी में जो अनुवाद दिया है बहुत ही स्पष्ट और सरल रूप से दिया है। वहां पर किसी पे कोई जोर जबरदस्ती नहीं है, किसी को मजबूर नहीं किया जाता। यीशु मसीह साफ तौर से कहते हैं कि आपने निर्णय लेकर यदि आपको यीशु के पीछे आना है तो आपको क्या करना है? एक ही विकल्प है, आपको अपने आप को इनकार करके सलीब को उठाकर मेरे पीछे होना है। നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട വാക്യമാണ് ഈ മത്തായി 16-24. मत्ती का सुसमाचार 16-24 को बहुत ध्यान से हमें हृदयस्थ करने वाला वचन। ഒരുവൻ എന്റെ ശിഷ്യനാകുവാൻ ഇച്ഛിച്ചാൽ, यदि कोई मेरा चेला बनना चाहे, യേശുവിന് പുരുഷാരത്തെ അല്ല ആവശ്യം, യേശുവിന് ആവശ്യം ശിഷ്യന്മാരെയാണ്. यीशु मसीह भीड़ को नहीं चाहता, यीशु मसीह चेलों को चाहते हैं। യേശുവിന്റെ പിന്നാലെ പോയിരുന്നവർ അറിയപ്പെട്ടിരുന്നത് തന്നെ ശിഷ്യന്മാർ എന്നാ. और यीशु के पीछे जो चलते थे उनको चेलों के नाम से जाना जाता था। അങ്ങനെ ശിഷ്യന്മാരാകുവാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കുക. और अगर एक बार हम निर्णय ले लेते हैं कि यीशु के पीछे हो लेना है तो आगे लिखा है कि यदि कोई मेरे पीछे होना चाहता है तो अपने आप को इनकार करे, अपने आप को त्याग दे। അത് ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. और वो ये संसार की सोच में से बिल्कुल अलग एक सोच है। ശിഷ്യന്മാർക്കുള്ള മാനുവൽ ആണ് താഴെ ഈ 5-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ, 7-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. चेलों के लिए जो नियम है, जो आज्ञा है, वो 5, 6, 7 में दिया गया है। അപ്പോൾ നമ്മൾ ഈ ഭാഗം വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. तो इस भाग को बहुत ही ध्यानपूर्वक समझने वाला ये भाग है। കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. क्योंकि हम जो निर्णय लेते हैं वो बहुत ही महत्वपूर्ण निर्णय है। കർത്താവിൽ നിന്നും എന്തെങ്കിലും പ്രാപിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമല്ലല്ലോ നമ്മുടെ.
परमेश्वर से या यीशु मसीह से कुछ पाकर इस संसार में जीने के लिए हमारा वो निर्णय नहीं है। കർത്താവിന്റെ വചനം പറയുന്നു ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്നാണ്. यीशु मसीह ने स्वयं कहा, अगर इस संसार में आशा रखे हुए केवल मात्र संसार में आशा रखे हुए लोग हैं तो हाय हम पर। നമ്മുടെ നോട്ടം, നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലെ പണമോ, ഈ ലോകത്തിലെ പ്രശസ്തിയോ, ഈ ലോകത്തിലെ സൗകര്യങ്ങളോ, ഈ ലോകത്തിലെ കംഫർട്ട്സോ ഒന്നും അല്ല നമ്മുടെ ലക്ഷ്യം. അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. हमारी दृष्टि, हमारी मकसद या फिर हमारा लक्ष्य जो है ये संसार का आराम, यहाँ पर धन इकट्ठा करना, यहाँ पर कमाई करना या यहाँ पर आराम करना, ये कदापि नहीं होना चाहिए। ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഒരുവൻ എന്റെ ശിഷ്യനായിരിക്കുവാൻ ഇച്ഛിച്ചാൽ ഒന്നാമത് ചെയ്യേണ്ടത് തന്നെത്താൻ ത്യജിക്കുക. यदि कोई मेरा चेला बनना चाहे, यदि कोई मेरे पीछे होना चाहे तो पहला उसको अपने आप को इनकार करना है। അത് നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ കണ്ട് നമ്മളെ കറക്റ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, ലൈഫ് ലോങ് പ്രോസസ്. और वो प्रतिदिन हमें अपने आप को वचन रूपी उस शीशे में अपने आप को देखकर सुधारने का जीवन भर का एक प्रणाली, एक प्रक्रिया है। ധനവാനായ ഒരു യൗവനക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. एक धनी नौजवान यीशु मसीह के पास आकर सवाल करता है कि स्वर्ग राज्य में प्रवेश करने के लिए मुझे क्या करना है। അവൻ അനേക നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. वो बहुत अच्छे भले कामों को करता है, പക്ഷെ യേശു തന്നോട് പറയാണ് ഒരു കുറവ് നിനക്ക്. लेकिन यीशु मसीह उससे कहता है एक कमी तुझ में है। പണത്തോടുള്ള, ധനത്തോടുള്ള അറ്റാച്ച്മെന്റ്, इस धन या इस पैसे के लिए तेरा जो रुचि है, എന്താണ് നമ്മളുടെ ജീവിതത്തിലുള്ള ആ ഒരു കുറവ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. हमारे जीवन में वो कौन सी कमी है, वो हमें ढूंढने में पवित्र आत्मा हमारा सहायता करेगा। അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ബൈബിൾ സ്റ്റഡികൾ, ഇത്തരം മീറ്റിങ്ങുകൾ, നമ്മൾ നിരന്തരമായി ദൈവവചനം ധ്യാനിക്കുന്നത്, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഒക്കെ ഇങ്ങനെ നമ്മളെ തന്നെ കാണുവാൻ വേണ്ടിയാണ്. എന്താണ് എന്നിലുള്ള ആ ഒരു കുറവും കൂടി, എന്താണ് അതും കൂടെ പരിഹരിക്കണം. അതിനുവേണ്ടിയാണ്, അതാണ് മീറ്റിങ്ങുകളുടെ, കൂട്ടായ്മകളുടെ ഒരു ഉദ്ദേശം. और इस रीति से जो संगतियों में, मंडलियों में हम सहभागी होते हैं, वचन को जो पढ़ते हैं, वचन जो सुनते हैं, इस तरह के सभाओं में जो हम आते हैं, उसका एक उद्देश्य हमारे जीवन की वो एक कमी क्या है, उस कमी को जानने के लिए, उसको समझने के लिए भी है। അപ്പോൾ ഒരു വലിയ ഒരു വിളിയല്ല, മറിച്ച് ഒരു വെല്ലുവിളിയാണ്. തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുൻപിൽ കർത്താവ് വെച്ചിരിക്കുന്ന വെല്ലുവിളി. तो एक बड़ी बुलावट नहीं, बल्कि हमारे सामने एक चुनौती है जो यीशु मसीह ने रखा है, अपने आप को इनकार करने का। യേശു പറഞ്ഞു, ഒരുവൻ തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ഒരുവൻ തന്റെ ജീവനെ കളഞ്ഞാൽ നിത്യജീവനായി ഇതിനെ സൂക്ഷിക്കും. यीशु मसीह ने कहा, यदि कोई अपने प्राण से प्रेम रखता है तो वो उसे खो देगा, लेकिन यदि मेरे लिए कोई उसको खो देता है तो वो उसे पाएगा। ഇവിടെ കർത്താവ് പറയുന്നു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. जहाँ पर यीशु मसीह कहता है, यदि कोई मेरे पीछे हो लेना चाहता है तो वो अपने आप को इनकार करे। നമ്മുടെ സ്വാർത്ഥതകളെ ത്യജിക്കണം. हमारे स्वार्थ को हमें इनकार करना है। നമ്മുടെ ഞാനെന്നുള്ള ഭാവങ്ങളെ ത്യജിക്കണം. और मैं सब कुछ जानता हूँ, इस तरह का मनोभाव को हमें इनकार करना है। നമ്മുടെ പ്രൈഡ്, നമ്മുടെ അഹങ്കാരം, അതിനെല്ലാം ത്യജിക്കണം. हमारा घमंड, हमारा अहम, इस सब चीज को हमें त्याग देना है। അതാണ് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവം, അതാണ് ത്യജിക്കേണ്ടത്. इनकार करने का मतलब या त्याग देने का मतलब मैं, ये जो अहम है, मैं उसको मुझे निकालना है। ഇന്ന് നമ്മൾ ജീവിക്കുന്ന തലമുറയ്ക്ക് ഒരു പേരിടാണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മിക്കവാറും ഞാൻ ഇടാൻ സാധ്യതയുള്ള പേര് സെൽഫി ജനറേഷൻ എന്നാണ്. ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ തലമുറ. अगर मुझसे कोई कहे कि आज के इस जमाने को एक नाम दिया जाए तो मैं कहूँगा सेल्फी जमाना, क्योंकि सबसे ज्यादा सेल्फी लेने वाला एक जमाना है आज का जमाना।
ചിലരൊക്കെ ആണെങ്കിൽ ഓരോ ദിവസവും 4-5 തവണയാണ് അവരുടെ സ്റ്റാറ്റസ് മാറ്റുന്നത്, സെൽഫി എടുത്ത് സ്റ്റാറ്റസിൽ ഇടുക. कुछ लोग तो अपना सेल्फी निकालकर एक दिन में ही 3-4 बार अपनी स्टेटस को बदलते हैं। ഇത്രമാത്രം സെൽഫ് ലവിങ് ജനറേഷൻ, ഇത്രത്തോളം സെൽഫ് ലവിങ് ജനറേഷൻ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല. इतना अपने आप से प्रेम करने वाली ऐसी पीढ़ी शायद ही संसार के इतिहास में कभी हुआ हो। അത്തരം ഒരു തലമുറയിലാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ഫോളോ മീ യു മസ്റ്റ് ഡിനൈ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ സ്വയത്തെ ത്യജിക്കണം. और ऐसी एक पीढ़ी में जीने वाले हम लोगों से यीशु मसीह कहते हैं तुम्हें अपने आप को इनकार करना है। ലോകം മുഴുവൻ എങ്ങനെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യാം എന്ന് പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, യു മസ്റ്റ് ഡിനൈ യുവർ സെൽഫ്. संसार भर में जब ये सिखाया जाता है अपने आप को कैसे बढ़ावा किया जाए, अपने आप को किस तरह से प्रसिद्ध किया जाए, परमेश्वर का कलाम हमको सिखाता है कि हमें अपने आप को इनकार करना है, त्याग देना है। അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു അസാധാരണമായ ഒരു പഠിപ്പിക്കലാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. और यही हमको यीशु मसीह सिखाता है, और यीशु मसीह एक असाधारण सा एक सीख हमको देता है। അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ ലോകപ്രകാരമുള്ള ഒരു കോമ്പറ്റീഷനും ഇല്ല. इसीलिए कलीसिया के अंदर संसार के जैसा किसी भी प्रकार का कोई भी कंपटीशन नहीं है। യേശു പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകാൻ. यीशु मसीह ने कहा तुम में से जो बड़ा बनना चाहता है वो सबसे छोटा बने, दास बने, सबका दास बने। എല്ലാവരുടെയും ശുശ്രൂഷക്കാരനാകണം. वो सब लोगों का सेवा करने वाला, सेवा टहल करने वाला बने। ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും നല്ല ഡിസ്പ്ലേ, ഡെമോൺസ്ട്രേഷൻ യേശു തന്നെയായിരുന്നു. सबसे उत्तम जो प्रदर्शन दिया, सबसे उत्तम जो एक नमूना हमारे लिए छोड़ा वो यीशु स्वयं था। മനുഷ്യപുത്രൻ ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നു. मनुष्य पुत्र जो आया है वो सेवा पाने के लिए नहीं, सेवा करने के लिए और कई लोगों के लिए अपना जीवन मोल देने के लिए आया। അത് തന്നെയാണ് യേശു ചെയ്തത്. और यही यीशु मसीह ने किया। നമുക്കെല്ലാവർക്കും വേണ്ടി യേശു പാപയാഗമായി. हम तमाम लोगों के लिए यीशु मसीह पाप के लिए बलिदान हुआ। ഗലാത്യർ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് വേണ്ടി യേശു ശാപമായി. गलातियों की पत्री 3:13 में लिखा है कि हमारे लिए यीशु मसीह श्रापित हुआ। നമ്മുടെ ശാപം മാറ്റുവാനായി യേശു ശാപമായി. हमारे श्राप को हटाने के लिए यीशु मसीह श्राप बना। 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. दूसरा कोरिन्थी 2:25 में लिखा है जो पाप नहीं जानता था हमारे लिए पाप बनाया गया। 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ സമ്പന്നനായിരുന്ന യേശു ദരിദ്രരായ നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടി ദരിദ്രനായിട്ട്. दूसरा कोरिन्थी 8:9 में जो धनी यीशु मसीह था, हम जो दीन थे हमें धनी बनाने के लिए वो हमारे लिए दीन हुआ। ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുവിന്റെ സ്വഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. फिलिपियों की पत्री 2 अध्याय में पढ़ते हैं यीशु मसीह का स्वभाव हमारे में हो। താൻ ദൈവമായിരുന്നവൻ മനുഷ്യനായി അവതരിച്ചു. जो परमेश्वर था वो मनुष्य बनकर प्रकट हुआ। നമ്മൾ വായിക്കുന്നു, താൻ തന്നെ തന്നെ ശൂന്യനാക്കി. हम पढ़ते हैं उसने अपने आप को शून्य कर दिया। താൻ ദാസരൂപമെടുത്തു. दास का स्वरूप धारण किया। താൻ മരണത്തോളം, സാധാരണ മരണമല്ല, ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു. मृत्यु तक वो आज्ञाकारी बना, साधारण मृत्यु नहीं, क्रूस की मृत्यु तक वो आज्ञाकारी बना। അങ്ങനെ സ്വയം ത്യജിച്ച യേശുക്രിസ്തുവാണ് നമ്മുടെ മോഡൽ. ऐसे अपने आप को इनकार किया हुआ यीशु मसीह जो है वो हमारा आदर्श है। സ്വയം ത്യജിച്ച യേശുക്രിസ്തുവാണ് നമ്മളോട്
പറയുന്നത് ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ഒന്നാമത് തന്നെത്താൻ ത്യജിക്കുക. अपने आप को इनकार किया हुआ यीशु मसीह हमसे कहते हैं, यदि कोई मेरा चेला बनना चाहता है, मेरे पीछे होना चाहता है, तो पहले अपने आप को इनकार करो. तन्नतान त्यजिക്കുക, अपने आप को इनकार करो और अपना क्रूस उठाकर അതിനുശേഷം നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക. अपने आप को इनकार करो और अपने क्रूस उठाकर उसके पीछे हो ले. യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് यीशु मसीह के पीछे हो लेना, അത് വളരെ അനായാസം നടക്കുന്ന ഒരു കാര്യമല്ല. वो बहुत ही आसानी से होने वाली कोई प्रक्रिया नहीं है. യേശുവിനെ നമ്മൾ അനുഗമിക്കേണ്ടത് ക്രൂശ് എടുത്തുകൊണ്ടാണ് അനുഗമിക്കേണ്ടത്. यीशु के पीछे जो हमें चलना है, उसके सलीब को, क्रूस को उठाकर उसके पीछे होना है. എന്താണ് ക്രൂശിന്റെ അർത്ഥം? सलीब का मतलब क्या है? എന്തൊക്കെയാണോ യേശുവിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ട് യേശു അനുഭവിച്ചത് അതൊക്കെയാണ് ക്രൂശിന്റെ അർത്ഥം. यीशु मसीह ने सलीब पे चढ़ते हुए सलीब के रिश्ते में जो कुछ भी अनुभव किया, वही सलीब का मतलब है. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു, അത് ക്രൂശിന്റെ ഭാഗമാണ്. यूदा ने यीशु मसीह को पकड़वाया, ये भी क्रूस का भाग है. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, അതും ക്രൂശിന്റെ ഭാഗമാണ്. पतरस ने यीशु मसीह का इनकार किया, तिरस्कार किया, वो भी क्रूस का भाग है. ലോകത്തിന് സ്വാതന്ത്ര്യം വരുത്തുവാൻ വേണ്ടി വന്ന യേശുവിന്റെ കൈകൾ അവർ ബന്ധിച്ചു, യേശുവിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു, അതും ക്രൂശിന്റെ ഭാഗം. संसार को स्वतंत्रता देने आया यीशु मसीह के हाथों को उन लोगों ने बांध दिया, यीशु मसीह की स्वतंत्रता का हरण किया, ये भी सलीब का भाग है. യേശുവിന്റെ കണ്ണുകൾ കെട്ടി കണ്ണത്തടിച്ചു പ്രവചിക്കുക എന്ന് പറഞ്ഞു, അതും ക്രൂശിന്റെ ഭാഗമാണ്. यीशु मसीह की आंखों पर पट्टी बांधा, उसे चाटा मारकर कहा कि अब भविष्यवाणी दो, किसने मारा, ये भी क्रूस का भाग है. വേണമെങ്കിൽ യേശുവിനെ അടിച്ചയാളുടെ പേരും ആദം മുതൽ ആ മനുഷ്യൻ വരെയുള്ള വംശാവലിയും പറയാമായിരുന്നു, പക്ഷെ യേശു പറഞ്ഞില്ല. हो सकता है अगर यीशु मसीह चाहते तो जिसने उसको मारा उसका नाम और आदम से लेकर किस पीढ़ी में वो आया है उसकी वंशावली तक यीशु बता सकता था, लेकिन यीशु ने ऐसा नहीं किया. യേശുവിന്റെ മുഖത്ത് തുപ്പി, അതും ക്രൂശിന്റെ ഭാഗമാണ്. यीशु के मुंह पर थूका, ये भी क्रूस का भाग है. യേശു का इज्जत लूट लिया, യേശുവിന്റെ ആ സകല സെൽഫ് റെസ്പെക്റ്റും പിച്ചി ചീന്തപ്പെട്ടു, അത് ക്രൂശിന്റെ ഭാഗമാണ്. यीशु मसीह का इज्जत, उसका मान सम्मान सब कुछ लूट लिया गया, ये भी सलीब का भाग है. യേശുവിന് ന്യായം കിട്ടാതെ പോയി. 3 തവണയെങ്കിലും ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതേ ജഡ്ജി, അതേ വ്യക്തി തന്നെ പറയുകയാണ്, ഈ മനുഷ്യനെ കൊണ്ടുപോയി ക്രൂശിക്കുക. യേശുവിന് ന്യായം കിട്ടിയില്ല, അതും ക്രൂശിന്റെ ഭാഗമാണ്. यीशु मसीह के साथ अन्याय हुआ, उसे न्याय नहीं मिला, धर्म नहीं मिला. 3 बार कहा गया कि इसने कोई गलती नहीं किया, और उसी ने बाद में कहा इसे ले जाकर सलीब पर चढ़ा दो, इसे मार दो. യേശുവിനെ എല്ലാവരും കൈവിട്ടു, അതും ക്രൂശിന്റെ ഭാഗം. सब लोगों ने यीशु मसीह को छोड़ दिया, ये भी क्रूस का भाग है. ധാരാളം മർദ്ദനം സഹിക്കേണ്ടി വന്നു. മാംസം യേശുവിന്റെ ശരീരത്തിൽ നിന്നും മാംസം അവിടെ നിന്നും പിഴുത മാറപ്പെടുന്നത് പോലെ മാറപ്പാറ്റപ്പെട്ടു. യേശുവിന്റെ ശരീരത്തിലെ രക്തം അത് ഒഴിക്കപ്പെട്ടു, ക്രൂശിന്റെ ഭാഗമാണ്. यीशु मसीह को सताया गया, बहुत उपद्रव किए गए, यहाँ तक इस तरह से उसे मारा गया, उसका शरीर का मांस निकल कर आया, बहुत से लहूलुहान हुआ, लहू बगाया, ये भी क्रूस का भाग है. നിലവിളിച്ചുകൊണ്ട് യേശു തന്റെ പ്രാണനെ വിട്ടു, അതും ക്രൂശിന്റെ ഭാഗമാണ്. चिल्लाकर पुकार कर यीशु मसीह ने अपने प्राण को त्याग दिया, समर्पण किया, ये भी क्रूस का भाग है. എന്തിനു വേണ്ടിയാണ് യേശു ഈ ക്രൂശ് സഹിച്ചത്?
किस लिए यीशु मसीह ने इस क्रूस को सह लिया? യേശുവിന് സ്വർഗത്തിൽ പോകാനല്ല, നമുക്ക് സ്വർഗത്തിൽ പോകാൻ. यीशु मसीह को स्वर्ग जाने के लिए नहीं, लेकिन मनुष्य वर्ग को स्वर्ग का प्रवेश पाने के लिए. യേശു പാപം ചെയ്തതുകൊണ്ടല്ല നമ്മൾ പാപം ചെയ്തു. യേശു പാപം ചെയ്തതുകൊണ്ടല്ല യേശു ക്രൂശ് സഹിച്ചത്, നമ്മൾ പാപം ചെയ്തതുകൊണ്ടാണ് യേശു ക്രൂശ് സഹിച്ചത്. यीशु मसीह ने पाप किया, इसलिए यीशु मसीह सलीब को नहीं सहा. मनुष्य ने पाप किया, इसलिए मनुष्य के लिए यीशु मसीह ने उस क्रूस को सह लिया. സ്വയം ത്യജിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ തരത്തിൽ ക്രൂശ് വഹിക്കാൻ കഴിയൂ. अपने आप को इनकार किया हुआ व्यक्ति ही इस तरह से क्रूस को सह सकता है. കാരണം യേശുവിന് എന്തെങ്കിലും ലാഭം ഉണ്ടാകുവാൻ വേണ്ടിയല്ല യേശു ഈ ക്രൂശ് സഹിച്ചത്. क्योंकि यीशु मसीह के लिए कोई लाभ होने के लिए उसने इस क्रूस को नहीं सहा. യേശു ഇത്രമാത്രം കഷ്ടം സഹിച്ചത് യേശുവിന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. यीशु मसीह ने इतना कष्ट और क्लेश जो सह लिया, यीशु मसीह को अपना कोई लाभ बनाने के लिए नहीं था. നമുക്ക് ഒരു രൂപം നൽകുവാൻ വേണ്ടി, നമ്മുടെ മുഖത്തിന് സൗന്ദര്യം നൽകുവാൻ വേണ്ടി യേശു തന്റെ സൗന്ദര്യം ത്യജിക്കുവാൻ തയ്യാറായി. हमें एक रूप देने के लिए, हमें खूबसूरत बनाने के लिए यीशु मसीह ने अपना रूप और अपना सौंदर्य को वहां पर खो दिया. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് തന്റെ രൂപം വിരൂപമായി. देखने से वो इंसान है ऐसा नहीं लगे, इस तरह से उसको विरूप किया गया. നമ്മളെ ഇനി ആരും തള്ളിപ്പറയരുത്. പിതാവിന്റെ മുൻപിൽ നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുവാനായി യേശു പത്രോസിന്റെ തള്ളിപ്പറയല് സഹിച്ചു. हमें कोई भी इनकार ना करे, इसलिए यीशु मसीह ने पत्रोस का इनकार करना भी सह लिया. നമ്മുടെ ഒറ്റപ്പെടൽ അത് മാറ്റുവാൻ വേണ്ടി, നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാകുവാൻ വേണ്ടി യേശു കുരിശിൽ കിടന്ന് നിലവിളിച്ചു, ഏലി ഏലി ലമ്മാ സബക്താനി, പിതാവേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? To include us into the kingdom of God, Jesus went through that loneliness, that kind of loneliness. मेरे अकेलेपन को हटाने के लिए, मुझे परमेश्वर के साथ जोड़ने के लिए, परमेश्वर के राज्य का मुझे हिस्सा बनाने के लिए यीशु मसीह ने सलीब पर इस तरह से पुकारा, एली एली लामा शबक्तानी, ये मेरे परमेश्वर तूने मुझे क्यों छोड़ दिया. इस तरह से हमारी अकेलेपन को हटाने के लिए, स्वर्ग राज्य का भाग हमको बनाने के लिए यीशु मसीह इस तरह से अकेलापन को भी सह लिया. എന്റെ ശാപം മാറ്റുവാനായി യേശു മരത്തിൽ തൂങ്ങപ്പെട്ടു. എന്റെ പാപം മാറ്റുവാനായി യേശു പാപം ആയി. मेरे श्राप को हटाने के लिए यीशु मसीह पेड़ पर टंगाया गया, और मेरे पाप को हटाने के लिए यीशु मसीह स्वयं पाप बना. എന്റെ മരണം നീക്കുവാൻ വേണ്ടി യേശു മരിച്ചു. मेरी मृत्यु को हटाने के लिए यीशु मसीह मर गया. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. अगर यदि कोई मेरे पीछे होना इच्छा है, तो वो अपने आप को इनकार करके मेरे क्रूस उठाकर मेरे पीछे आए. സോ യേശുവിനെ പിൻപറ്റുക എന്നുള്ളത് നമ്മുടെ ലൈഫിലെ ഒരു മേജർ ഡിസിഷൻ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. तो यीशु मसीह के पीछे हो लेना हमारा जीवन का सबसे महत्वपूर्ण ऐसा एक निर्णय है. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की पवित्र नाम की स्तुति हो. ജെയിംസ് ജോർജ് ബ്രദറിനും ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. जेम्स पास्टर को और आज सम्मिलित हुए हमारे साथ जुड़े हुए तमाम लोगों को यीशु मसीह के नाम में सलाम और स्वागत. आपके നിങ്ങളുമായിട്ട് കർത്താവിന്റെ വചനം പങ്കുവെക്കുവാൻ കർത്താവ് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരം അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. आप लोगों के साथ परमेश्वर के वचन को प्रचार करने का, बांटने का
जो ये समय दिया है उसके लिए मैं परमेश्वर का धन्यवाद और स्तुति करता हूँ। ഞങ്ങളെ കഴിഞ്ഞ 21 വർഷമായിട്ട് ബീഹാറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇവിടേക്ക് ഞങ്ങളെ അയച്ചു. आप पिछले 21 साल से बिहार के प्रदेश में प्रभु की सेवा में है, प्रभु ने उनको वहां भेजा। ദൈവം ഇവിടെയുള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ അനേക അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നൽകിയുണ്ടായി. और वहां के मिशन के सेवा के संबंधित में बहुत से अनुभवों को उनके जीवन में दिया। കർത്താവ് നമ്മളെ അത്ഭുതകരമായിട്ട് ഇതുവരെയും വഴി നടത്തി. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर ने अद्भुत विधि से अभी तक आपको चलाया और परमेश्वर के तमाम विश्वास योग्यता के लिए प्रभु का धन्यवाद। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്നാൽ 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. मत्ती का समाचार 5वां अध्याय उसके पहले आयत में हम ऐसा पढ़ते हैं, वह इस भीड़ को देखकर पहाड़ पर चढ़ गया और जब बैठ गया तो उसके चेले उसके पास आए। അവിടെ 3 തരം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. यहाँ पर 3 तरह के लोगों को हम देख सकते हैं। 3 category of people. ഒന്ന് നമ്മൾ അവിടെ പുരുഷാരത്തെ കാണുന്നു. 3 श्रेणी के लोग, एक वहां पे भीड़ को हम देखते हैं। Yeah, we will proceed with prayer. Father, we come to your presence, Lord. Help us, Lord, in understanding your word, and let this be for our benefit, and let everyone be blessed, Lord, as we are meditating your word. Holy Spirit, you guide us. In Jesus' name we pray. Amen. ഇവിടെ നമ്മൾ പുരുഷാരത്തെ കാണുന്നു. यहाँ पर हम भीड़ को देखते हैं। അടുത്തത് ശിഷ്യന്മാരെ കാണുന്നു. दूसरा हम चेलों को देखते हैं। യേശുവിനെയും കാണും. और तीसरा यीशु को हम देखते हैं। അപ്പോൾ നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. अब हम इनमें से कौन से गुट में है, किस क्षेत्र में है, हमको सोचना है। ഇതിൽ പുരുഷാരത്തിന്റെ കൂട്ടത്തിലാണോ നമ്മൾ, അതോ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണോ? हम भीड़ के साथ है या हम चेलों के साथ है? പുരുഷാരം അവരെപ്പോഴും അവർക്ക് എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടി വരുന്നവരാണ്. भीड़ जो है हमेशा कुछ प्राप्त करने के लिए, क्या उन्हें हासिल करने के लिए आते हैं। ഞങ്ങൾ ബീഹാറിൽ ഇവിടെ സുവിശേഷം പറയുവാനായി പുതിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ വരുന്ന ചില ആളുകൾ ഞങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ട് പറയും, 15 साल झाड़ दीजिए बीमारी है ഒന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഒന്ന് ഒഴിഞ്ഞു വിട്ടേക്കാൻ പറയും. ഓരോർക്കുന്നത് നമ്മളിങ്ങനെ ഒഴിയുന്ന ആൾക്കാരാണ്, അവർക്ക് അറിയത്തില്ല, അവരാദ്യമായിട്ട് വരുന്നവരാണ്. അത് കുഴപ്പമില്ല, അവരാദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ ചില ആളുകളുണ്ട്, അവര് 1 വർഷം കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളവുമായിട്ട് വരും. അപ്പൊ അവരെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു വിടണം. അപ്പൊ അവര് ചിലപ്പോ അത് കന്നുകാലിക്ക് കൊടുക്കും, വീട്ടിൽ അസുഖമുള്ള മക്കൾക്ക് കൊടുക്കും. അപ്പൊ അത് കൊടുത്ത് സൗഖ്യമാകണം. അവർക്ക് ആ സൗഖ്യമാകുക എന്നുള്ളതാണ് അവരുടെ സ്പിരിച്വാലിറ്റിയുടെ ലെവൽ. तो बिहार में अक्सर अलग अलग जगहों में जब जाते हैं, खासकर नए गांवों में वगैरह नए लोगों से जब प्रचार के लिए या सुसमाचार की सेवकाई में जाते हैं, तो बहुत से लोग ऐसे होते हैं जो आकर कहते हैं बस आप लोग आशीष देकर या दुआ देकर चले जाओ। या कुछ लोग ऐसे होते हैं कहते हैं कि प्रार्थना करके थोड़ा पानी दे देना, वो पानी वो पीते हैं या फिर उनके जानवरों को भी वो दे देते हैं। उनका लक्ष्य मकसद इतना ही है कि किसी तरह से चंगाई पाना है। उनकी आत्मीयता सिर्फ चंगाई तक है। നമ്മളൊക്കെ പുരുഷാരത്തിന്റെ ഭാഗമായിട്ട് യേശുവിന്റെ അടുക്കൽ എത്തിയവരായിരിക്കും. और हो सकता है हम भी भीड़ के समान यीशु के पास आए हुए लोग हो। എന്നാല് പുരുഷാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തുടരുവാൻ പാടില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാവരും ശിഷ്യന്മാരുടെ വളർച്ചയിലേക്ക് കടന്നു വരാം. लेकिन भीड़ बनके हमें आगे इसी तरह से नहीं रहना है। यीशु मसीह चाहते हैं कि हम चेलों की उस पदवी तक ऊपर उभर कर आए। ശിഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? चेला होने का मतलब क्या है? ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പിന്തുടരുന്നവൻ, ഗുരുവിനെ അനുകരിക്കുന്നവൻ. चेला होना या चेला का परिभाषा यह है, गुरु के पीछे जो होता है या गुरु का अनुकरण करने वाला। ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ ഗുരുവിനെ അനുഗമിക്കുന്ന പിന്തുടരുന്നവനാണ് ശിഷ്യൻ. ശിഷ്യൻ തീർച്ചയായിട്ടും ഗുരുവിനെ അനുഗമിച്ചിരിക്കും, പിന്തുടർന്നിരിക്കും.
और गुरु और चेले के बीच का अगर उस संबंध को, उस रिश्ते को हम उसकी परिभाषा दे तो चेला वो है जो हमेशा गुरु के पद चिन्हों पे चलता है, वो गुरु का अनुयायी होता है, उसका अनुकरण करता है। വല്ലപ്പോഴും ഒരിക്കൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഗുരുവിന്റെ അടുക്കൽ വരുന്ന ഒരാള് ആ ഗുരുവിന്റെ യഥാർത്ഥ ശിഷ്യനാകുവാൻ ബുദ്ധിമുട്ടാണ്. कभी कभार या हफ्ते में एक बार गुरु के पास आने वाला व्यक्ति चेला बनना मुश्किल है। യേശു പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, യദി കോയി മേരാ പീछे ആനാ ചാഹേ, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അതെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. മത്തായി 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 24-ാമത്തെ വാക്യത്തിൽ, അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. मत्ती का सुसमाचार 16-24 में यीशु मसीह ने स्वयं चेला होने का परिभाषा दिया है, जहां पर यीशु मसीह कहते हैं, यदि कोई मेरे पीछे आना चाहे तो अपने आप को त्याग कर या इनकार करे और अपना क्रूस उठाकर मेरे पीछे आए। ഹിന്ദിയിൽ വളരെ നന്നായിട്ടാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. യദി കോയി മേരാ പീछे आना चाहे, कोई जरूरत नहीं, कोई जबरदस्ती नहीं, अगर आप इच्छा करते हैं, अगर आप निर्णय लेते हैं, നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, ആരും നമ്മളെ നിർബന്ധിച്ച് യേശുവിനെ പിൻപറ്റുവാൻ വേണ്ടി ആരും നിർബന്ധിക്കുകയല്ല, മറിച്ച് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ there is only one option, take up your cross and follow. हिंदी में जो अनुवाद दिया है बहुत ही स्पष्ट और सरल रूप से दिया है, वहां पर किसी पे कोई जोर जबरदस्ती नहीं है, किसी को मजबूर नहीं किया जाता। यीशु मसीह साफ तौर से कहते हैं कि आपने निर्णय लेकर यदि आपको यीशु के पीछे आना है तो आपको क्या करना है, एक ही विकल्प है, आपको अपने आप को इनकार करके सलीब को उठाकर मेरे पीछे होना है। നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട വാക്യമാണ് ഈ മത്തായി 16-24. मत्ती का सुसमाचार 16-24 को बहुत ध्यान से हमें हृदयस्थ करने वाला वचन। ഒരുവൻ എന്റെ ശിഷ്യനാകുവാൻ ഇച്ഛിച്ചാൽ, यदि कोई मेरा चेला बनना चाहे, യേശുവിന് പുരുഷാരത്തെ അല്ല ആവശ്യം, യേശുവിന് ആവശ്യം ശിഷ്യന്മാരെയാണ്. यीशु मसीह भीड़ को नहीं चाहता, यीशु मसीह चेलों को चाहते हैं। യേശുവിന്റെ പിന്നാലെ പോയിരുന്നവർ അറിയപ്പെട്ടിരുന്നത് തന്നെ ശിഷ്യന്മാർ എന്നാ. और यीशु के पीछे जो चलते थे उनको चेलों के नाम से जाना जाता था। അങ്ങനെ ശിഷ്യന്മാരാകുവാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കുക. और अगर एक बार हम निर्णय ले लेते हैं कि यीशु के पीछे हो लेना है, तो आगे लिखा है कि यदि कोई मेरे पीछे होना चाहता है तो अपने आप को इनकार करे, अपने आप को त्याग दे। അത് ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. और वो ये संसार की सोच में से बिल्कुल अलग एक सोच है। ശിഷ്യന്മാർക്കുള്ള മാനുവൽ ആണ് താഴെ ഈ 5-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ, 7-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. चेलों के लिए जो नियम है, जो आज्ञा है, वो 5, 6, 7 में दिया गया है। അപ്പോൾ നമ്മൾ ഈ ഭാഗം വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. तो इस भाग को बहुत ही ध्यान पूर्वक समझने वाला ये भाग है। കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. क्योंकि हम जो निर्णय लेते हैं वो बहुत ही महत्वपूर्ण निर्णय है। കർത്താവിൽ നിന്നും എന്തെങ്കിലും പ്രാപിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമല്ലല്ലോ നമ്മുടെ. परमेश्वर से या यीशु मसीह से कुछ पाकर इस संसार में जीने के लिए हमारा वो निर्णय नहीं है। കർത്താവിന്റെ വചനം പറയുന്നത്, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരെത്ര എന്നാണ്. यीशु मसीह ने स्वयं कहा, अगर इस संसार में आशा रखे हुए, केवल मात्र संसार में आशा रखे हुए लोग हैं तो हाय हम पर। നമ്മുടെ നോട്ടം, നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലെ പണമോ, ഈ ലോകത്തിലെ പ്രശസ്തിയോ, ഈ ലോകത്തിലെ സൗകര്യങ്ങളോ, ഈ ലോകത്തിലെ കംഫർട്ട്സോ ഒന്നും അല്ല നമ്മുടെ ലക്ഷ്യം. അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. हमारी दृष्टि, हमारी मकसद
या फिर हमारा लक्ष्य जो है ये संसार का आराम, यहाँ पर धन इकट्ठा करना, यहाँ पर कमाई करना या यहाँ पर आराम करना, ये कदापि नहीं होना चाहिए। ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഒരുവൻ എന്റെ ശിഷ്യനായിരിക്കുവാൻ ഇച്ഛിച്ചാൽ, ഒന്നാമത് ചെയ്യേണ്ടത് തന്നെത്താൻ ത്യജിക്കുക. यदि कोई मेरा चेला बनना चाहे, यदि कोई मेरे पीछे होना चाहे, तो पहला उसको अपने आप को इनकार करना है। അത് നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ കണ്ട് നമ്മളെ കറക്റ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, ലൈഫ് ലോങ് പ്രോസസ്. और वो प्रतिदिन हमें अपने आप को वचन रूपी उस शीशे में अपने आप को देखकर सुधारने का जीवन भर का एक प्रणाली, एक प्रक्रिया है। ധനവാനായ ഒരു യൗവനക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. एक धनी नौजवान यीशु मसीह के पास आकर सवाल करता है कि स्वर्ग राज्य में प्रवेश करने के लिए मुझे क्या करना है। അവൻ അനേക നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, वो बहुत अच्छे भले कामों को करता है, പക്ഷെ യേശു തന്നോട് പറയാണ് ഒരു കുറവ് നിനക്ക്. लेकिन यीशु मसीह उससे कहता है एक कमी तुझ में है। പണത്തോടുള്ള, ധനത്തോടുള്ള അറ്റാച്ച്മെന്റ്, इस धन या इस पैसे के लिए तेरा जो रुचि है, എന്താണ് നമ്മളുടെ ജീവിതത്തിലുള്ള ആ ഒരു കുറവ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. हमारे जीवन में वो कौन सी कमी है, वो हमें ढूंढने में पवित्र आत्मा हमारा सहायता करेगा। അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ബൈബിൾ സ്റ്റഡികൾ, ഇത്തരം മീറ്റിങ്ങുകൾ, നമ്മൾ നിരന്തരമായി ദൈവവചനം ധ്യാനിക്കുന്നത്, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഒക്കെ ഇങ്ങനെ നമ്മളെ തന്നെ കാണുവാൻ വേണ്ടിയാണ്. എന്താണ് എന്നിലുള്ള ആ ഒരു കുറവും കൂടി, എന്താണ് അതും കൂടെ പരിഹരിക്കണം. അതിനുവേണ്ടിയാണ്, അതാണ് മീറ്റിങ്ങുകളുടെ, കൂട്ടായ്മകളുടെ ഒരു ഉദ്ദേശം. और इस रीति से जो संगतियों में, मंडलियों में हम सहभागी होते हैं, वचन को जो पढ़ते हैं, वचन जो सुनते हैं, इस तरह के सभाओं में जो हम आते हैं, उसका एक उद्देश्य हमारे जीवन की वो एक कमी क्या है, उस कमी को जानने के लिए, उसको समझने के लिए भी है। അപ്പോൾ ഒരു വലിയ ഒരു വിളിയല്ല, മറിച്ച് ഒരു വെല്ലുവിളിയാണ്. തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുൻപിൽ കർത്താവ് വെച്ചിരിക്കുന്ന വെല്ലുവിളി. तो एक बड़ी बुलावट नहीं, बल्कि हमारे सामने एक चुनौती है जो यीशु मसीह ने रखा है, अपने आप को इनकार करने का। യേശു പറഞ്ഞു, ഒരുവൻ തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ഒരുവൻ തന്റെ ജീവനെ കളഞ്ഞാൽ നിത്യജീവനായി ഇതിനെ സൂക്ഷിക്കും. यीशु मसीह ने कहा, यदि कोई अपने प्राण से प्रेम रखता है तो वो उसे खो देगा, लेकिन यदि मेरे लिए कोई उसको खो देता है तो वो उसे पाएगा। ഇവിടെ കർത്താവ് പറയുന്നു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. यहाँ पर यीशु मसीह कहता है, यदि कोई मेरे पीछे हो लेना चाहता है तो वो अपने आप को इनकार करे। നമ്മുടെ സ്വാർത്ഥതകളെ ത്യജിക്കണം. हमारे स्वार्थ को हमें इनकार करना है। നമ്മുടെ ഞാനെന്നുള്ള ഭാവങ്ങളെ ത്യജിക്കണം. और मैं सब कुछ जानता हूँ, इस तरह का मनोभाव को हमें इनकार करना है। നമ്മുടെ പ്രൈഡ്, നമ്മുടെ അഹങ്കാരം, അതിനെല്ലാം ത്യജിക്കണം. हमारा घमंड, हमारा अहम, इस सब चीज को हमें त्याग देना है। അതാണ് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നുള്ള ഭാവം, അതാണ് ത്യജിക്കേണ്ടത്. इनकार करने का मतलब या त्याग देने का मतलब, मैं, ये जो अहम है, मैं उसको मुझे निकालना है। ഇന്ന് നമ്മൾ ജീവിക്കുന്ന തലമുറയ്ക്ക് ഒരു പേരിടാണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മിക്കവാറും ഞാൻ ഇടാൻ സാധ്യതയുള്ള പേര് സെൽഫി ജനറേഷൻ എന്നാണ്. ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ തലമുറ. अगर मुझसे कोई कहे कि आज के इस जमाने को एक नाम दिया जाए तो मैं कहूंगा सेल्फी जमाना, क्योंकि सबसे ज्यादा सेल्फी लेने वाला एक जमाना है आज का जमाना। ചിലരൊക്കെ ആണെങ്കിൽ ഓരോ ദിവസവും 4-5 തവണയാണ് അവരുടെ സ്റ്റാറ്റസ് മാറ്റുന്നത്, സെൽഫി എടുത്ത് സ്റ്റാറ്റസിൽ ഇടുക. कुछ लोग तो अपना सेल्फी निकालकर एक दिन में ही 3-4 बार अपनी स्टेटस को बदलते हैं। ഇത്രമാത്രം സെൽഫ് ലവിങ് ജനറേഷൻ, ഇത്രത്തോളം സെൽഫ് ലവിങ് ജനറേഷൻ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല. इतना अपने आप से प्रेम करने वाली ऐसी पीढ़ी शायद ही संसार के इतिहास में कभी हुआ हो। അത്തരം ഒരു തലമുറയിലാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ഫോളോ മീ യു മസ്റ്റ് ഡിനൈ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ സ്വയത്തെ ത്യജിക്കണം.
और ऐसी एक पीढ़ी में जीने वाले हम लोगों से यीशु मसीह कहते हैं तुम्हें अपने आप को इनकार करना है। ലോകം മുഴുവൻ എങ്ങനെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യാം എന്ന് പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, യു മസ്റ്റ് ഡിനൈ യുവർ സെൽഫ്. संसार भर में जब ये सिखाया जाता है अपने आप को कैसे बढ़ावा किया जाए, अपने आप को किस तरह से प्रसिद्ध किया जाए, परमेश्वर का कलाम हमको सिखाता है कि हमें अपने आप को इनकार करना है, त्याग देना है। അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു അസാധാരണമായ ഒരു പഠിപ്പിക്കലാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. और यही हमको यीशु मसीह सिखाता है, और यीशु मसीह एक असाधारण सा एक सीख हमको देता है। അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ ലോകപ്രകാരമുള്ള ഒരു കോമ്പറ്റീഷനും ഇല്ല. इसीलिए कलीसिया के अंदर संसार के जैसा किसी भी प्रकार का कोई भी कंपटीशन नहीं है। യേശു പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകാൻ. यीशु मसीह ने कहा तुम में से जो बड़ा बनना चाहता है वो सबसे छोटा बने, दास बने, सबका दास बने। എല്ലാവരുടെയും ശുശ്രൂഷക്കാരനാകണം. वो सब लोगों का सेवा करने वाला, सेवा टहल करने वाला बने। ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും നല്ല ഡിസ്പ്ലേ, ഡെമോൺസ്ട്രേഷൻ യേശു തന്നെയായിരുന്നു. सबसे उत्तम जो प्रदर्शन दिया, सबसे उत्तम जो एक नमूना हमारे लिए छोड़ा वो यीशु स्वयं था। മനുഷ്യപുത്രൻ ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നു. मनुष्य पुत्र जो आया है वो सेवा पाने के लिए नहीं, सेवा करने के लिए और कई लोगों के लिए अपना जीवन मोल देने के लिए आया। അത് തന്നെയാണ് യേശു ചെയ്തത്. और यही यीशु मसीह ने किया। നമുക്കെല്ലാവർക്കും വേണ്ടി യേശു പാപയാഗമായി. हम तमाम लोगों के लिए यीशु मसीह पाप के लिए बलिदान हुआ। ഗലാത്യർ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് വേണ്ടി യേശു ശാപമായി. गलातियों की पत्री 3:13 में लिखा है कि हमारे लिए यीशु मसीह श्रापित हुआ। നമ്മുടെ ശാപം മാറ്റുവാനായി യേശു ശാപമായി. हमारे श्राप को हटाने के लिए यीशु मसीह श्राप बना। 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. दूसरा कोरिन्थी 2:25 में लिखा है जो पाप नहीं जानता था हमारे लिए पाप बनाया गया। 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ സമ്പന്നനായിരുന്ന യേശു ദരിദ്രരായ നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടി ദരിദ്രനായി. दूसरा कोरिन्थी 8:9 में जो धनी यीशु मसीह था, हम जो दीन थे हमें धनी बनाने के लिए वो हमारे लिए दीन हुआ। ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുവിന്റെ സ്വഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. फिलिपियों की पत्री 2 अध्याय में पढ़ते हैं यीशु मसीह का स्वभाव हमारे में हो। താൻ ദൈവമായിരുന്നവൻ മനുഷ്യനായി അവതരിച്ചു. जो परमेश्वर था वो मनुष्य बनकर प्रकट हुआ। നമ്മൾ വായിക്കുന്നു, താൻ തന്നെ ശൂന്യനാക്കി. हम पढ़ते हैं उसने अपने आप को शून्य कर दिया। താൻ ദാസരൂപമെടുത്തു. दास का रूप धारण किया। താൻ മരണത്തോളം, സാധാരണ മരണമല്ല, ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു. मृत्यु तक वो आज्ञाकारी बना, साधारण मृत्यु नहीं, क्रूस की मृत्यु तक वो आज्ञाकारी बना। അങ്ങനെ സ്വയം ത്യജിച്ച യേശുക്രിസ്തുവാണ് നമ്മുടെ മോഡൽ. ऐसे अपने आप को इनकार किया हुआ यीशु मसीह जो है वो हमारा आदर्श है। സ്വയം ത്യജിച്ച യേശുക്രിസ്തുവാണ് നമ്മളോട് പറയുന്നത്, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ഒന്നാമത് തന്നെത്താൻ ത്യജിക്കുക. अपने आप को इनकार किया हुआ यीशु मसीह हमसे कहते हैं यदि कोई मेरा चेला बनना चाहता है, मेरे पीछे होना चाहता है, तो पहले अपने आप को इनकार करो। तन्नतान त्यजिക്കുക, अपने आप को इनकार करो और अपना क्रूस उठाकर അതിനുശേഷം നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക. अपने आप को इनकार करो और अपने क्रूस उठाकर उसके पीछे हो ले। യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത്, यीशु मसीह के पीछे हो लेना
അത് വളരെ അനായാസം നടക്കുന്ന ഒരു കാര്യമല്ല. वो बहुत ही आसानी से होने वाली कोई प्रक्रिया नहीं है. യേശുവിനെ നമ്മൾ അനുഗമിക്കേണ്ടത് ക്രൂശ് എടുത്തുകൊണ്ടാണ് അനുഗമിക്കേണ്ടത്. यीशु के पीछे जो हमें चलना है, उसके सलीब को, क्रूस को उठाकर उसके पीछे होना है. എന്താണ് ക്രൂശിന്റെ അർത്ഥം? सलीब का मतलब क्या है? എന്തൊക്കെയാണോ യേശുവിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ട് യേശു അനുഭവിച്ചത്, അതൊക്കെയാണ് ക്രൂശിന്റെ അർത്ഥം. यीशु मसीह ने सलीब पे चढ़ते हुए सलीब के रिश्ते में जो कुछ भी अनुभव किया, वही सलीब का मतलब है. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു, അത് ക്രൂശിന്റെ ഭാഗമാണ്. यूदा ने यीशु मसीह को पकड़वाया, ये भी क्रूस का भाग है. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, അതും ക്രൂശിന്റെ ഭാഗമാണ്. पतरस ने यीशु मसीह का इनकार किया, तिरस्कार किया, वो भी क्रूस का भाग है. ലോകത്തിന് സ്വാതന്ത്ര്യം വരുത്തുവാൻ വേണ്ടി വന്ന യേശുവിന്റെ കൈകൾ അവർ ബന്ധിച്ചു, യേശുവിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു, അതും ക്രൂശിന്റെ ഭാഗം. संसार को स्वतंत्रता देने आया यीशु मसीह के हाथों को उन लोगों ने बांध दिया, यीशु मसीह की स्वतंत्रता का हरण किया, ये भी सलीब का भाग है. യേശുവിന്റെ കണ്ണുകൾ കെട്ടി കണ്ണത്തടിച്ചു പ്രവചിക്കുക എന്ന് പറഞ്ഞു, അതും ക്രൂശിന്റെ ഭാഗമാണ്. यीशु मसीह की आंखों को पट्टी बांधा, उसे चाटा मारकर कहा कि अब भविष्यवाणी दो, किसने मारा, ये भी क्रूस का भाग है. വേണമെങ്കിൽ യേശുവിനെ അടിച്ചയാളുടെ പേരും ആദം മുതൽ ആ മനുഷ്യൻ വരെയുള്ള വംശാവലിയും പറയാമായിരുന്നു, പക്ഷെ യേശു പറഞ്ഞില്ല. हो सकता है अगर यीशु मसीह चाहते तो जिसने उसको मारा उसका नाम और आदम से लेकर किस पीढ़ी में वो आया है उसकी वंशावली तक यीशु बता सकता था, लेकिन यीशु ने ऐसा नहीं किया. യേശുവിന്റെ മുഖത്തെ തുപ്പി, അതും ക്രൂശിന്റെ ഭാഗമാണ്. यीशु के मुंह पर थूका, ये भी क्रूस का भाग है. യേശു का इज्जत लूट लिया, യേശുവിന്റെ ആ സകല സെൽഫ് റെസ്പെക്റ്റും പിച്ചി ചീന്തപ്പെട്ടു, അത് ക്രൂശിന്റെ ഭാഗമാണ്. यीशु मसीह का इज्जत, उसका मान सम्मान सब कुछ लूट लिया गया, ये भी सलीब का भाग है. യേശുവിന് ന്യായം കിട്ടാതെ പോയി. 3 തവണയെങ്കിലും ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതേ ജഡ്ജി, അതേ വ്യക്തി തന്നെ പറയുകയാണ്, ഈ മനുഷ്യനെ കൊണ്ടുപോയി ക്രൂശിക്കുക. യേശുവിന് ന്യായം കിട്ടിയില്ല, അതും ക്രൂശിന്റെ ഭാഗമാണ്. यीशु मसीह के साथ अन्याय हुआ, उसे न्याय नहीं मिला, धर्म नहीं मिला. 3 बार कहा गया कि इसने कोई गलती नहीं किया, और उसी ने बाद में कहा इसे ले जाकर सलीब पर चढ़ा दो, इसे मार दो. യേശുവിനെ എല്ലാവരും കൈവിട്ടു, അതും ക്രൂശിന്റെ ഭാഗം. सब लोगों ने यीशु मसीह को छोड़ दिया, ये भी क्रूस का भाग है. ധാരാളം മർദ്ദനം സഹിക്കേണ്ടി വന്നു. മാംസം യേശുവിന്റെ ശരീരത്തിൽ നിന്നും മാംസം അവിടെ നിന്നും പിഴുത മാറപ്പെടുന്നത് പോലെ മാറ്റപ്പെട്ടു. യേശുവിന്റെ ശരീരത്തിലെ രക്തം അത് ഒഴിക്കപ്പെട്ടു, ക്രൂശിന്റെ ഭാഗമാണ്. यीशु मसीह को सताया गया, बहुत उपद्रव किए गए, यहाँ तक इस तरह से उसे मारा गया, उसका शरीर का मांस निकल कर आया, बहुत से लहूलुहान हुआ, लहू बगाया, ये भी क्रूस का भाग है. നിലവിളിച്ചുകൊണ്ട് യേശു തന്റെ പ്രാണനെ വിട്ടു, അതും ക്രൂശിന്റെ ഭാഗമാണ്. चिल्लाकर पुकार कर यीशु मसीह ने अपने प्राण को त्याग दिया, समर्पण किया, ये भी क्रूस का भाग है. എന്തിനു വേണ്ടിയാണ് യേശു ഈ ക്രൂശ് സഹിച്ചത്? किस लिए यीशु मसीह ने इस क्रूस को सह लिया? യേശുവിന് സ്വർഗത്തിൽ പോകാനല്ല, നമുക്ക് സ്വർഗത്തിൽ പോകാൻ. यीशु मसीह को स्वर्ग जाने के लिए नहीं, लेकिन मनुष्य वर्ग को स्वर्ग का प्रवेश पाने के लिए. യേശു പാപം ചെയ്തതുകൊണ്ടല്ല, നമ്മൾ പാപം ചെയ്തു. यीशु मसीह ने पाप किया इसलिए हमने पाप किया, ऐसा नहीं है. യേശു പാപം ചെയ്തതുകൊണ്ടല്ല യേശു ക്രൂശ് സഹിച്ചത്, നമ്മൾ പാപം ചെയ്തതുകൊണ്ടാണ് യേശു ക്രൂശ് സഹിച്ചത്. यीशु मसीह ने पाप किया इसलिए यीशु मसीह सलीब को नहीं सहा, मनुष्य ने पाप किया इसलिए मनुष्य के लिए यीशु मसीह ने उस क्रूस को सह लिया. സ്വയം ത്യജിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ
ഈ തരത്തിൽ ക്രൂശ് വഹിക്കാൻ കഴിയും. अपने आप को इनकार किया हुआ व्यक्ति ही इस तरह से क्रूस को सह सकता है। കാരണം യേശുവിന് എന്തെങ്കിലും ലാഭം ഉണ്ടാകുവാൻ വേണ്ടി അല്ല യേശു ഈ ക്രൂശ് സഹിച്ചത്. क्योंकि यीशु मसीह के लिए कोई लाभ होने के लिए उसने इस क्रूस को नहीं सहा। യേശു ഇത്രമാത്രം കഷ്ടം സഹിച്ചത് യേശുവിന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. यीशु मसीह ने इतना कष्ट और क्लेश जो सह लिया, यीशु मसीह को अपना कोई लाभ बनाने के लिए नहीं था। നമുക്ക് ഒരു രൂപം നൽകുവാൻ വേണ്ടി, നമ്മുടെ മുഖത്തിന് സൗന്ദര്യം നൽകുവാൻ വേണ്ടി യേശു തന്റെ സൗന്ദര്യം ത്യജിക്കുവാൻ തയ്യാറായി. हमें एक रूप देने के लिए, हमें खूबसूरत बनाने के लिए यीशु मसीह ने अपना रूप और अपना सौंदर्य को वहां पर खो दिया। കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് തന്റെ രൂപം വിരൂപമായി. देखने से वो इंसान है ऐसा नहीं लगे, इस तरह से उसको विरूप किया गया। നമ്മളെ ഇനി ആരും തള്ളിപ്പറയരുത്. പിതാവിന്റെ മുൻപിൽ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുവാനായി യേശു പത്രോസിന്റെ തള്ളിപ്പറയൽ സഹിച്ചു. हमें कोई भी इनकार ना करे, इसीलिए यीशु मसीह ने पत्रोस का इनकार करना भी सह लिया। നമ്മുടെ ഒറ്റപ്പെടൽ അത് മാറ്റുവാൻ വേണ്ടി, നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാകുവാൻ വേണ്ടി യേശു കുരിശിൽ കിടന്ന് നിലവിളിച്ചു, ഏലി ഏലി ലമ്മാ സബക്താനി, പിതാവേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? To include us into the kingdom of God, Jesus went through that loneliness, that kind of loneliness. मेरे अकेलेपन को हटाने के लिए, मुझे परमेश्वर के साथ जोड़ने के लिए, परमेश्वर के राज्य का मुझे हिस्सा बनाने के लिए यीशु मसीह ने सलीब पर इस तरह से पुकारा, एली एली लामा शबक्तानी, ये मेरे परमेश्वर तूने मुझे क्यों छोड़ दिया। इस तरह से हमारी अकेलेपन को हटाने के लिए, स्वर्ग राज्य का भाग हमको बनाने के लिए यीशु मसीह इस तरह से अकेलापन को भी सह लिया। എന്റെ ശാപം മാറ്റുവാനായി യേശു മരത്തിൽ തൂങ്ങപ്പെട്ടു. എന്റെ പാപം മാറ്റുവാനായി യേശു പാപം ആയി. मेरे श्राप को हटाने के लिए यीशु मसीह पेड़ पर टंगाया गया और मेरे पाप को हटाने के लिए यीशु मसीह स्वयं पाप बना। എന്റെ മരണം നീക്കുവാൻ വേണ്ടി യേശു മരിച്ചു. मेरी मृत्यु को हटाने के लिए यीशु मसीह मर गया। ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. अगर यदि कोई मेरे पीछे होना इच्छा है तो वो अपने आप को इनकार करके मेरे क्रूस उठाकर मेरे पीछे आए। സോ യേശുവിനെ പിൻപറ്റുക എന്നുള്ളത് നമ്മുടെ ലൈഫിലെ ഒരു മേജർ ഡിസിഷൻ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. तो यीशु मसीह के पीछे हो लेना हमारा जीवन का सबसे महत्वपूर्ण ऐसा एक निर्णय है। പപ്പ ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ട് പോകേണ്ട ഒരു സ്ഥലമല്ല ആരാധനാലയം. मेरा पिता आराधना के लिए जाता है, इसलिए मुझे जाना है, ऐसा जगह नहीं है आराधना का स्थल। പോയില്ലെങ്കിൽ പാസ്റ്ററിനെ വിളിച്ച് ചോദിക്കും, അതുകൊണ്ട് പോകേണ്ട ഒരു സ്ഥലമല്ല ആരാധനാലയം. अगर नहीं गए तो पासवान मुझे बुलाकर सवाल करेंगे, ये सोचकर जाने वाला जगह नहीं है आराधना का स्थल। ഇത് നമ്മളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ये हमारा जीवन का सबसे महत्वपूर्ण, सबसे प्रमुख ऐसा एक निर्णय है। യേശുവിന് വേണ്ടത് പുരുഷാരത്തെ അല്ല, യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെ. यीशु मसीह को भीड़ नहीं चाहिए, यीशु मसीह को चेले चाहिए। പുരുഷാരത്തെ നേടുവാൻ വേണ്ടി അല്ല യേശു വില കൊടുത്തത്, യേശു രക്തമൊഴുക്കിയത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. യേശുവിന് രക്തം ഒഴുക്കിയത്. भीड़ के लिए यीशु मसीह ने लहू नहीं बहाया, कष्ट को नहीं सहा। चेलों के लिए यीशु मसीह ने कष्ट को सहा और लहू बहाया। യേശുവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ
ഈ ലോകത്തിൽ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഈ ലോകത്തിൽ നഷ്ടപ്പെടുത്തുക എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. यीशु मसीह के पीछे हो लेने का मतलब ये संसार में कुछ बनाए या फिर कुछ हासिल करे इसलिए नहीं, संसार में खोने का मतलब है यीशु मसीह के पीछे हो लेना। ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കുക. यदि कोई मेरे पीछे आना चाहे तो वो अपने आप का इनकार करे। എനിക്ക് ലോകത്തിൽ ഒന്നും തെളിയിക്കാനില്ല. मुझे संसार से कोई कुछ सबूत या कुछ बताने की जरूरत नहीं। എന്റെ നേട്ടങ്ങൾ അവരിടത്തും എനിക്ക് പ്രദർശിപ്പിക്കുവാനില്ല. और मैंने जो हासिल किया है वो किसी को प्रदर्शन करने की जरूरत नहीं। ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എന്റെ യേശുവിനെ നേടണം എന്നുള്ളതല്ലാതെ എനിക്ക് മറ്റ് യാതൊരു അംബീഷനും ഇല്ല ഈ ലോകത്ത്. मेरा सोच और मेरी महत्वाकांक्षा इतना ही है, किसी तरह मुझे मेरे यीशु को पाना है। അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യേശുവിനെ നേടുവാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ पहचान का उत्तम दाग के कारण मैं सब कुछ सब चीजों का हानि समझता हूं. യേശുവിനെ കുറിച്ചുള്ള അറിവ് പരിജ്ഞാനം കാരണം ഞാൻ എല്ലാം ചപ്പന്നും ചവറന്നു വീണു. प्रेरित पौलुस कहता है, यीशु मसीह का जो पहचान है, जो ज्ञान है, उस कारण से जो भी मेरे लिए लाभ है वो सब कुछ मैं कूड़ा कचरा मानता हूँ। പൗലോസ് സാധാരണക്കാരനായ ഒരു വ്യക്തി ആയിരുന്നില്ല. प्रेरित पौलुस एक साधारण व्यक्ति नहीं था। തീർച്ചയായിട്ടും ധനികനായ ഒരു മനുഷ്യന്റെ മകനായി പിറന്നവനാണ്. एक धनी व्यक्ति का एक उत्तरदायी था वो। അല്ലെങ്കിൽ തന്റെ പട്ടണത്തിൽ നിന്നും യെരുശലേമിൽ പോയി പഠിക്കുവാൻ തന്നെ അയക്കുവാൻ ആ പിതാവിന് കഴിയുമായിരുന്നില്ല. अगर ऐसा नहीं होता तो जहां वो रहते वहां से यरूशलेम में भेजकर उसकी शिक्षा पूरी करना ये संभव नहीं था। യഹൂദന്മാരുടെ നേതാവായിരുന്നു. यहूदियों का सरदार था। ചെറുപ്പത്തിൽ തന്നെ നേതൃത്വ ഗുണങ്ങൾ പ്രദർശിപ്പിച്ച വ്യക്തിയായിരുന്നു. बचपन से ही नेतृत्व का हर एक गुण को प्रदर्शन किया हुआ व्यक्ति। ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തിയായിരുന്നു. जो मिल सकता था उस समय का सबसे उत्तम शिक्षण को प्राप्त किया हुआ व्यक्ति। ഏറ്റവും നല്ല പവർ സെന്റേഴ്സുമായി വളരെ നല്ല ബന്ധമുണ്ടായിരുന്നയാളാണ്. सबसे अधिकतम अधिकार केंद्रों के साथ रिश्ता रखने वाला व्यक्ति। എന്നാൽ പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ചിന്തകൾക്ക്, തന്റെ ലക്ഷ്യങ്ങൾക്ക്, തന്റെ അംബീഷൻസിന്, തന്റെ സ്വപ്നങ്ങൾക്ക് കാതലായ വ്യത്യാസം ഉണ്ടാകുന്നു. റാഡിക്കൽ ചേഞ്ച് ഇൻ ഹിസ് അംബിഷൻസ്, ഇൻ ഹിസ് ഗോൾസ് ആൻഡ് ഹിസ് ഡ്രീംസ്. लेकिन प्रेरित पौलुस ने जब यीशु मसीह को पाया, उसी क्षण से उसका महत्वाकांक्षा, उसकी इच्छा, उसकी मकसद और उसका गोल्स जो है उसमें एक एकांत जो है एक बदलाव आता है। ഞാൻ പറയുകയാണ്, എനിക്ക് ഇപ്പോൾ എന്റെ ആഗ്രഹം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഞാൻ പറയുന്നത്, ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്, എനിക്ക് യേശുവിനെ അറിയണം. फिलिपियों की पत्री 3रा अध्याय में प्रेरित पौलुस कहता है, मुझे यीशु मसीह को जानना है। ഏതാണ്ട് 30 വർഷത്തെ സുവിശേഷ വേല കഴിഞ്ഞ് എത്രയോ സഭകൾ സ്ഥാപിച്ച പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് യേശുവിനെ അറിയണം. लगभग 30 साल की सेवकाई पूरा किया हुआ पौलुस कितने कलीसियों का स्थापक कहता है, मुझे यीशु को जानना है। അതിനുവേണ്ടി എന്റെ യേശുവിനെ പിൻപറ്റുവാൻ വേണ്ടി ഞാൻ എന്ത് വിലയും കൊടുക്കുവാൻ തയ്യാറാണ്. और उसके लिए मेरे यीशु के पीछे होने के लिए कोई भी वैल्यू देने के लिए मैं तैयार हूं। അതാണ് താൻ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പറയുന്നത്. 24-ാമത്തെ വാക്യത്തിൽ താൻ പറയും, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. प्रेरितों का काम 20 उसका 24 में वो कहता है, मैं अपनी प्राण को भी बहुमूल्य नहीं समझता। യേശുവിന്റെ പിന്നാലെയുള്ള എന്റെ ഓട്ടം തികയ്ക്കണം, അതാണ് എന്റെ അംബീഷൻ. यीशु मसीह के पीछे जो मेरी दौड़ है, उस दौड़ को मुझे पूरी करना है, यही मेरी महत्वाकांक्षा है। ഓട്ടം തുടങ്ങണമെന്നല്ല, ഓട്ടം തികയ്ക്കണം. दौड़ आरंभ करे ऐसा नहीं, दौड़ को पूरा करना है। നമ്മളൊക്കെ ഓട്ടം തുടങ്ങിയവരാണ്. हमने दौड़ शुरू किया हुआ लोग हैं। നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം, എനിക്ക് കർത്താവിന്റെ പിന്നാലെയുള്ള എന്റെ ഓട്ടം എനിക്ക് ഓടി തീർക്കണം, എനിക്ക് ആ ഓട്ടം തികയ്ക്കണം. हम लोगों की इच्छा भी यही होना है
यीशु के पीछे जो दौड़ मैंने शुरू किया है उस दौड़ को मुझे पूरी करना है। അതോടൊപ്പം എനിക്ക് എന്റെ ശുശ്രൂഷ തികയ്ക്കണം. उसके साथ मुझे मेरी सेवकाई को भी पूरी करना है। ഓട്ടം തികയ്ക്കണം, ശുശ്രൂഷ തികയ്ക്കണം. दौड़ भी पूरी करना है, सेवकाई भी पूरी करना है। രണ്ട് കാര്യങ്ങളാണ്. നമ്മളുടെ മുൻപിലുള്ള ഉത്തരവാദിത്തങ്ങൾ രണ്ടാണ്. हमारे सामने जो जिम्मेदारी है वो दो है। ഒന്ന് നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതം, യേശുവിനോടൊപ്പമുള്ള നമ്മുടെ വ്യക്തിപരമായ ജീവിതം. एक यीशु मसीह के साथ जो हमारा निजी जीवन है, हमारा व्यक्तिगत जीवन। രണ്ട് യേശു നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ. और दूसरा यीशु मसीह ने हमें सौंपा हुआ सेवकाई। മറ്റുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കുവാനുള്ള നമ്മളുടെ മുൻപിലുള്ള ഉത്തരവാദിത്തം. दूसरों को यीशु के पास ले आने का हमारे सामने जो जिम्मेदारी और कर्तव्य है। ഈ രണ്ട് കാര്യങ്ങളും സകല ദൈവമക്കൾക്കും കർത്താവ് നൽകിയിരിക്കുന്ന ഒരേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ രണ്ട് ഈക്വലി ഇമ്പോർട്ടന്റ് ടു സൈഡ്സ് ഓഫ് ദ കോയിൻ. രണ്ട് കാര്യങ്ങൾ. ഒന്ന് യേശുവിനോടൊപ്പമുള്ള നമ്മുടെ യാത്ര, രണ്ട് യേശു നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ. ये दोनों ही बातें एक समान निर्णायक और अहम है और ये हर मसीह व्यक्ति को परमेश्वर ने दिया हुआ वो दो भाग है। जिस तरह एक सिक्के का दो भाग होता है, एक हमारा व्यक्तिगत रिश्ता जो यीशु मसीह के साथ है और दूसरी हमारी सेवकाई जिसमें औरों को हमें यीशु के पक्ष में लाना है। നമ്മൾ കർത്താവിനോടൊപ്പം ഓടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദാറ്റ് ഈസ് വർഷിപ്പിംഗ് അവർ ജീസസ്. യേശുവിനെ ആരാധിക്കുക. നല്ലതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ശുശ്രൂഷ, വിറ്റ്നസിംഗ് ജീസസ്. യേശുവിനെ അറിയിക്കുക, യേശുവിന്റെ സാക്ഷിയാകുക. हमें यीशु मसीह के साथ दौड़ना बहुत ही महत्वपूर्ण और अहम है और उसी तरह से महत्वपूर्ण और अहम है हमें यीशु का गवाह बनना, दूसरों को यीशु के बारे में बताना। അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം മാർട്ടിയർ എന്നുള്ള വാക്യമാണ്. മൂലപദം മാർട്ടിയർ, രക്തസാക്ഷി. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും. യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എന്റെ രക്തസാക്ഷികളാകും എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുത്തും നിങ്ങൾ എന്റെ സാക്ഷികൾ ആകും. प्रेरितों का काम 1:8 में वहां पर जो लिखा है वो एक्चुअली वो शहादत के बारे में लिखा है। वहां पर यह लिखा गया है कि परंतु पवित्र आत्मा तुम पर आएगा और तुम सामर्थ पाओगे और यरूशलेम और सारे यहूदिया और समरिया में और पृथ्वी के छोर तक मेरी गवाह बनोगे। मूल भाषा में सारी गवाह, पृथ्वी के छोर तक का मतलब है मृत्यु तक या लहू बहाने तक मैं परमेश्वर की सेवा करूंगा। അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, തന്റെ ഓട്ടം തുടങ്ങി കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, എനിക്ക് യേശുവിനെ അറിയണം. पौलुस ने जब यीशु मसीह को पाया, अपनी दौड़ को शुरू किया, अब पौलुस कहता है कि मुझे यीशु को जानना है। അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. और उसके लिए कोई भी कीमत चुकाने के लिए मैं तैयार हूँ। 3-ാം അധ്യായത്തിൽ താൻ വീണ്ടും പറയുന്നു, ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്. എനിക്ക് യേശുവിലാകണം. तीसरे अध्याय में फिर से प्रेरित पौलुस कहता है कि मुझे यीशु में बनना है, എനിക്ക് യേശുവിൽ മറയണം. मुझे यीशु में छिपना है। അതാണ് ഗലാത്യർ 2:20 താൻ പറയുന്നത്, അപ്പൊ മേ ജീവിത് ന രഹ, ഇനി ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാനല്ല ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൽ മറയപ്പെട്ടിരിക്കുന്നു. യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. യേശുവിന്റെ സ്വഭാവങ്ങളായിരിക്കും എന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. यही बात पौलुस गलातियों की पत्री 2 के 20 में कहता है कि अब मैं यीशु में छुपा हुआ हूँ, अब मैं जीवित नहीं रहता, मैं यीशु में छिपा हूँ और यीशु मसीह का स्वभाव मेरे अंदर से प्रदर्शित होता है। യേശുവിന്റെ ശിഷ്യനായിരുന്ന പൗലോസ് 3-ാം അധ്യായത്തിൽ അടുത്തതായി പറയുന്നതാണ്, ഐ വാണ്ട് ടു സഫർ വിത്ത് ക്രൈസ്റ്റ്. എനിക്ക് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകണം. और तीसरे अध्याय में प्रेरित पौलुस कहता है कि यीशु मसीह के उस क्लेश में, उस अनुभव में मुझे सहभागी होना है। ഓ പറയാൻ, എനിക്ക് ആ കഷ്ടങ്ങളിൽ പങ്കാളി ആയാലും സാരമില്ലെന്നല്ല, എനിക്ക് ആ കഷ്ടങ്ങളിൽ പങ്കാളി ആകണം.
पौलुस ऐसा नहीं कहता अगर वो कष्ट में मैं सहभागी हो तो कोई बात नहीं। पौलुस कहता है कि मुझे उस कष्ट में, उस अनुभव में मुझे अनुभव करना है। പൗലോസ് യേശുവിന്റെ വിളി തിരിച്ചറിഞ്ഞ ഒരു ശിഷ്യനാണ്. प्रेरित पौलुस यीशु मसीह के बुलावट को समझा हुआ एक चेला है। ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. यदि कोई मेरे पीछे आना चाहे तो अपने आप को इनकार करके अपना क्रूस उठाए और मेरे पीछे हो ले। എന്താണ് ക്രൂശ്? सलीब क्या है? क्रूस क्या है? ക്രൂശ് ഒറ്റിക്കൊടുക്കലാണ്, ക്രൂശ് തള്ളിപ്പറയലാണ്. सलीब में पकड़वाया जाता है, सलीब में तिरस्कार है। ക്രൂശ് ഒറ്റപ്പെടലാണ്, ക്രൂശ് മർദ്ദനം സഹിക്കലാണ്. सलीब जो है अकेलापन है, सलीब जो है सताया जाना है। ക്രൂശ് രൂപം നഷ്ടപ്പെടലാണ്, ക്രൂശ് സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടലാണ്. और सलीब में विरूप होना है, विकृत होना है, और सलीब में आत्मसम्मान खोना है। ക്രൂശ് വേദന സഹിക്കലാണ്, ക്രൂശ് നിന്ദയും അപമാനവും പരിഹാസവും സഹിക്കലാണ്. सलीब जो है कष्ट को सहना है, निंदा को, टट्टी उड़ाना, मजाक उड़ाना, इस तरह से हमारा जो आत्मसम्मान को खोना है। ക്രൂശ് മരണമാണ്. सलीब मृत्यु है। അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് യേശുവിനുണ്ട്, എനിക്ക് യേശുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകണം. प्रेरित पौलुस कहता है कि मुझे यीशु मसीह के कष्ट का सहभागी होना है। അവസാനിച്ചില്ല, താൻ പറയുകയാണ് എനിക്ക് യേശുവിനോടുകൂടെ മരിക്കണം. और इतना ही नहीं, वो कहता है मुझे यीशु मसीह के साथ मरना है। മലയാളത്തിൽ അത് അത്ര വ്യക്തമായിട്ടല്ല, ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്, ഏഴാമത്തെ വാക്യം മുതൽ ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്, ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്, ഐ വാണ്ട് ടു സഫർ വിത്ത് ക്രൈസ്റ്റ്, ഐ വാണ്ട് ടു ഡൈ വിത്ത് ക്രൈസ്റ്റ്. അതിനുശേഷമാണ് താൻ പറയുന്ന ആൻഡ് സംഹൗ ഐ വാണ്ട് ടു ടേക്ക് പാർട്ട് ഇൻ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ വല്ല വിധേനയും എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. मलयालम में इतने स्पष्ट रूप से नहीं लिखा गया है, लेकिन हिंदी और इंग्लिश का अनुवाद में बहुत अच्छे से लिखा गया है। मुझे मसीह के साथ सहना है, मुझे कष्ट सहना है, मुझे हानि होना है, मुझे नुकसान होना है। उसके बाद वो कहता है मुझे किसी तरह से उस मसीह को पाना है। സഹിച്ചാൽ നമുക്ക് കൂടെ വാഴാം. अगर हम सहन करते हैं तो साथ राज्य करेंगे। എന്താണ് നമ്മളുടെ സ്വപ്നം? क्या है? सॉरी, നമ്മളുടെ സ്വപ്നം എന്താണ്? हमारा स्वप्न क्या है? യേശുവിനെ പിൻപറ്റുക എന്നുള്ള പദം കൊണ്ട്, ക്രിസ്ത്യാനി എന്ന പദം കൊണ്ട്, വിശ്വാസി എന്ന പദം കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ പഠിക്കുന്നത്, എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? यीशु मसीह के पीछे होना, यीशु मसीह की अनुयायी होना, इसका मतलब क्या है? ऐसा दावा करने से हम क्या समझते हैं? क्या है ये? हम क्या समझते हैं और क्या सिखाते हैं? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, യേശുവിനെ അനുഗമിച്ചാൽ നമുക്ക് ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ ലഭിക്കും, നമുക്ക് ഉയർച്ചയുണ്ടാകും. നല്ല കാര്യമാണ്. ഞങ്ങളും ബീഹാറിൽ പുതിയ ആളുകളോട് അങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. बहुत से लोग आज ऐसा प्रचार करते हैं कि तुम यीशु मसीह के पास आएंगे, यीशु को ग्रहण करोगे तो तुम्हें आशीष मिलेगा, तुम्हें उन्नति मिलेगी, बढ़ोतरी मिलेगी। अच्छी बात है। नए नए लोगों को बिहार में हम भी यही कहते हैं। ബീഹാറിലെ പുതിയ വിശ്വാസികളോട് ആദ്യത്തെ പ്രസംഗം തന്നെ നിങ്ങൾ ക്രൂശ് എടുത്ത് യേശുവിനെ പിൻഗമിക്കണം, നിങ്ങൾ മരിക്കാൻ തയ്യാറാകണം എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു, അയ്യോ ക്രൂശായിരുന്നു ഇതുവരെ, അതൊന്ന് മാറി കിട്ടുമെന്ന് കണ്ടാ ഇവിടെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് 2 മാസത്തെ പരിചയമേ ഉള്ളൂ, നമുക്ക് 2000 വർഷത്തെ പരിചയമുണ്ട്. कहने का तात्पर्य ये है, बिहार के नए लोगों को अगर कहे कि तुम क्रूस उठाना है, तुम्हें यीशु मसीह के लिए मरना है, तो वो लोग कहेंगे अभी तक तो क्रूस का ही अनुभव था। तो ऐसे लोगों को इस तरह से बात नहीं कर सकते। वो लोग तो केवल 2 महीने से मसीह को जानते हैं, लेकिन हम 2000 साल से यीशु मसीह को जानते हैं। ഇവിടാണെങ്കില് ക്യാൻസർ തൊട്ടുള്ള രോഗങ്ങൾക്ക് പ്രാർത്ഥിച്ച് കണ്ണുടച്ച് പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ട് ദൈവം സൗഖ്യം കൊടുക്കും. यहाँ पर तो कैंसर या ऐसे बीमारी को भी नासूर जैसे बीमारी जो है, प्रार्थ बन करके प्रार्थना कर ले, परमेश्वर आसानी से उसका चंगाई दे देता है। പക്ഷെ നമ്മള് സൗഖ്യത്തിന് വേണ്ടി മാത്രം കർത്താവിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ കർത്താവ് പറയും, ദൈവമേ 2000 വർഷം മുമ്പ് ഒരു തോമസിനെ ഞാനിവിടെ വിട്ടു, ഇപ്പോഴും ഇതാണല്ലോ ഇവരുടെ സ്ഥിതി.
अगर हम इसी तरह से चंगाई के लिए केवल मसीह के पास जाएंगे तो मसीह कहेंगे अरे परमेश्वर 2000 साल के पहले तोमा को मैंने देखा और ये लोग अभी तक वैसा ही है। മലയാളികളായ വിശ്വാസികൾ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നത് നിർത്തണം. എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ചോദിക്കണം. मलयाली विश्वासी लोग जो है मुझे क्या मिलेगा ये सवाल छोड़कर मैं क्या दे सकता हूँ इस अवस्था में आना है। എന്റെ മാതാവ് ടീച്ചറായിരുന്നു. आपकी माता टीचर थी, अध्यापक थी। പണ്ട് ശമ്പളം മേടിച്ചുകൊണ്ട് വരുമ്പോ എന്റെ ചെറുപ്പത്തില് ഞാനിങ്ങനെ നോക്കിയിരിക്കും, മമ്മി എനിക്ക് ജിലേബി കൊണ്ടുവന്നിട്ടുണ്ടോ, ലഡു കൊണ്ടുവന്നിട്ടുണ്ടോ. ശമ്പളം മേടിച്ചോണ്ട് വരുമ്പോ ഞങ്ങളുടെ നാട്ട് മല്ലപ്പള്ളി കവലയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് ലഡു വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ. വരുന്ന ഉടനെ മമ്മിയുടെ ബാഗിലോട്ടാണ് നമ്മുടെ നോട്ടം, നമുക്ക് ലഡു കൊണ്ടുവന്നിട്ടുണ്ടോ. तो जिस दिन तनख्वाह मिलने का दिन होता है हमारी आंखें मम्मी के बैग में होता है, क्योंकि उन्होंने कुछ मिठाई लाया है, लड्डू लाया है। जिस मल्लपल्ली गांव में केरला में हम रहते थे वहां की जो जंक्शन है वहां की बेकरी में से अगर इस तरह से कोई मिठाई लाया या नहीं ये हमारी नजर होता था। മമ്മി വരുമ്പോൾ വീട്ടിൽ വന്ന് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് തന്നെ കവർ എടുത്ത് കയ്യിലിങ്ങി തരും, ഇവൻ കഴിക്കട്ടെ, കുഞ്ഞ് കഴിക്കുന്നത് കാണുന്ന അവർക്കൊരു സന്തോഷം. और मम्मी जब घर में आती तो पानी पीने से पहले वो कवर हमारे हाथों में दे देती, क्योंकि मैं अगर खाएगा तो माँ को अच्छा लगता है। അന്ന് എനിക്ക് 5 വയസ്സേ ഉള്ളായിരുന്നു. तब मैं केवल 5 साल का था। ഇന്ന് 50 വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ മമ്മിയോട് പറയാ, മമ്മി മല്ലപ്പള്ളി പോയിട്ട് വരുമ്പം പറയാ, മമ്മി എനിക്ക് ലഡു കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മമ്മി പറയും, ദൈവമേ ഇവനൊരു ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. अभी उस समय तो मैं 5 साल का था, आज मैं 50 साल का हूँ। अगर आज मैं अपनी माता से कहूँ जब तुम मल्लपल्ली से आओ तो मेरे लिए मिठाई लाना, तो मेरी माँ कहेंगी परमेश्वर इसको थोड़ा बुद्धि देना। എന്റെ മാതാവിന് വലിയ വിഷമം ഉണ്ടാകും, ഇവന്റെ ബുദ്ധി വർദ്ധിച്ചിട്ടില്ലല്ലോ. मेरे माँ को बहुत दुख होगा कि इसका दिमाग का विकास नहीं हुआ है, ഇവനൊരു വളർച്ച ഉണ്ടായിട്ടില്ലല്ലോ, इसमें उन्नति नहीं हुआ है। ഇവന്റെ ശരീരമേ വളർന്നിട്ടുള്ളല്ലോ, ഇവന്റെ മനസ്സ് വളർന്നിട്ടില്ലല്ലോ. केवल इसका शरीर बड़ा है, इसकी बुद्धि का कोई विकास नहीं हुआ। പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ശിഷ്യന്മാരായവർ ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കുവാനല്ല, എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കുവാൻ കഴിയും, എന്തായിത്തീരുവാൻ കഴിയും. എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി ആ ക്രൂശിന്റെ യേശുവിന്റെ മരണത്തിൽ യേശുവിന്റെ കഷ്ടതയിൽ എനിക്ക് എങ്ങനെ പങ്കാളിയായി തീരുവാൻ കഴിയും എന്നൊരു ചോദ്യം നമ്മളിൽ നിന്ന് ഉയരുന്നത് കാത്തിരിക്കുകയാണ് കർത്താവ്. ये मसीह लोगों, यीशु मसीह हमसे ये अपेक्षा और इस इंतजार में है। हम ये कहने के लिए नहीं कि मुझे क्या मिलेगा, लेकिन कब हम ये सवाल करेंगे कि मैं परमेश्वर के लिए क्या कर सकता हूँ, मैं सेवा में क्या कर सकता हूँ, मैं परमेश्वर के लिए क्या दे सकता हूँ, ये सवाल तक हमको उभरना है। അപ്പോസ്തലനായ പൗലോസിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണം. ക്രൂശിൽ മരണമുണ്ട്, പക്ഷെങ്കിൽ ക്രൂശിലെ മരണം അതിന്റെ അവസാനമല്ല, മരണമല്ല ക്രൂശിന്റെ അവസാനം. മരണത്തിനപ്പുറത്ത് ആ ഉയർപ്പിന്റെ സുപ്രഭാതമുണ്ട്, അത് നിത്യജീവനുണ്ട്, ജയഭേരിയുണ്ട്. പക്ഷെങ്കിൽ ഓർക്കണം, ക്രൂശില്ലെങ്കിൽ മരണമില്ല, മരണമില്ലെങ്കിൽ ഉയർപ്പില്ല, നിത്യജീവനില്ല. ഉയർപ്പും നിത്യജീവനും കാത്തിരിക്കുന്ന ഞാനും നിങ്ങളും ക്രൂശ് എടുക്കുവാൻ, യേശുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ തയ്യാറായേ സാധിക്കൂ. आगे पौलुस कहता है कि मुझे किसी तरह से इस तरह से परमेश्वर में कष्ट को अनुभव करके मुझे मृत्यु पाना है, क्योंकि सलीब में मृत्यु की अवस्था है, लेकिन मृत्यु वो अंत नहीं है। वो मृत्यु जो है अगला जीवन की प्रतीक्षा है, वो अनंतता का प्रतीक्षा है। अगर मृत्यु है तो ही मृत्युंजय है, अगर मृत्यु है तो उसके उपरांत एक पुनरुत्थान का जीवन हमारे अंदर है। इसलिए सलीब जो है वो मृत्यु नहीं है, लेकिन सलीब का मृत्यु का अनुभव करेंगे, उसके माध्यम से हमें जो है वो मृत्युंजय हमें मिलेगा, वो अनंत जीवन हमको मिलेगा। इसलिए सलीब का अनुभव हमारा होना जरूरी है। हालेलुया, प्रेज़ द लॉर्ड, प्रेज़ गॉड. धन्यवाद। ആരാണ് ശിഷ്യൻ? ആരെയാണ് യേശു അന്വേഷിക്കുന്നത്? പുരുഷാരത്തെയല്ല. യേശുവിന്റെ റാലിയില് 1,00,000 പേര് വേണമെന്നൊന്നും യേശുവിന് നിർബന്ധമില്ല. യേശുവിന് നമ്മുടെ ആരുടെയും വോട്ട് കിട്ടി യേശുവിന് ലോകത്തിന്റെ പ്രസിഡന്റും ആകണം. യേശുവിനെ പിടിച്ച്
രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് മറ്റുള്ള ഗ്രാമങ്ങളിലും സുവിശേഷം പറയാം. യേശു പറഞ്ഞു, കഠിന ഉപദേശമാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ല, അയ്യോ നിങ്ങൾ പോകല്ലേ, നിങ്ങളും കൂടെ പോയാൽ ആരും ഇല്ലെന്ന് യേശു പറഞ്ഞില്ല. നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? ജീസസ് നെവർ വാണ്ടഡ് ടു കോംപ്രമൈസ് ഹിസ് സ്റ്റാൻഡേർഡ്സ്. യേശു ഒരിക്കലും തന്നെ സ്റ്റാൻഡേർഡ്സിനെ കോംപ്രമൈസ് ചെയ്തില്ല. യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെ തന്നെയാണ്. यीशु मसीह को भीड़ नहीं चाहिए, यीशु मसीह को चेले चाहिए। यीशु मसीह नहीं चाहता कि उसके जुलूस में 1 लाख से ज्यादा लोग भागी हो। यीशु मसीह ने नहीं चाहा राजा बने। जब लोग उसे राजा बनाना चाहते थे वो वहां से निकल गया। वो ये नहीं चाहता, जब लोग उसे छोड़कर चले गए उसने चेलों को ये नहीं बोला कि अब वो चले गए, कम से कम तुम मेरे साथ रहो। यीशु मसीह ने कहा अगर तुम जाना चाहते हो तो तुम भी जा सकते हो। यीशु मसीह ने कभी भी अपने जीवन में किसी प्रकार का समझौता नहीं किया। यीशु मसीह ने किसी भी रीति से अपनी बातों को, अपने मार्ग को नहीं छोड़ा। यीशु मसीह को भीड़ नहीं, यीशु मसीह को चेले चाहिए। हालेलुया। प्रभु की स्तुति हो। ആരാണ് ശിഷ്യൻ? അനുഗമിക്കുന്നവനാണ് ശിഷ്യൻ. कौन है चेला? उसके पीछे होने वाला, अनुकरण करने वाला है चेला। അനുകരിക്കുന്നവനാണ് ശിഷ്യൻ. വൺ ഹു ഇമിറ്റേറ്റ്സ് ഹിസ് മാസ്റ്റർ, ഹി ഈസ് ഡിസൈപ്പിൾ. अनुकरण करने वाला जो अपने मालिक का, स्वामी का, अपने गुरु का अनुकरण करता है वो चेला है। അനുകരണം നമ്മൾ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. अनुकरण करना समझना बहुत आसान है। പണ്ടൊക്കെ നമ്മുടെ അപ്പച്ചന്മാര് കീറിയ ലുങ്കിയൊക്കെ ഉടുത്തു പോവായിരുന്നു. കാരണം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു ലുങ്കി, കൈലി, വെളുത്ത മുണ്ട് ഇല്ല. ഉള്ളത് അവിടെ എവിടെയൊക്കെ കീറലാണ്. അതവർക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷെ അതേ ഉള്ളൂ. तो हम जानते हैं हमारे पूर्वज जो थे उनके पास पैसे नहीं हुआ करता था, इसलिए हमारे गांव में धोती पहनते थे। वो फटा हुआ होता था, साफ नहीं होता था। ये पहनकर जाने में शर्मिंदगी होती थी। ഇന്ന് നമുക്ക് ഒരു നാണവുമില്ല. 2000, 3000, 5000 രൂപ കൊടുത്ത് സിറ്റിയിലെ ഏറ്റവും നല്ല ഷോപ്പിൽ പോയി നല്ല വില കൊടുത്ത് നമ്മൾ കീറിയ ജീൻസ് മേടിച്ചിടുക. കാരണം എന്താ? നമ്മൾ ആരെയൊക്കെയോ അനുകരിക്കുക. आज हमें बिल्कुल लज्जा नहीं होता 1000-2000 रुपए देकर शहर का सबसे अच्छे वस्त्रालय में जाकर हम लोग फटे हुए कपड़े को पहनते हैं। क्यों? हम किसी का अनुकरण कर रहे हैं। ആരോ നമ്മുടെ മനസ്സിലൊരു ഹീറോയുണ്ട്, അവരങ്ങനെ വസ്ത്രം ധരിക്കുന്നത് നമ്മളും അങ്ങനെ ധരിക്കുക. कोई मेरे मन में एक हीरो है जिसको मैंने आदर्श और नमूना बनाया। वो फटा कपड़ा पहनता है, जीन्स पहनता है, अब मैं उसका अनुकरण करता हूं। अगर हम യേശു का चेला है, നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണെങ്കിൽ നമ്മൾ യേശുവിനെ അനുകരിക്കുന്നവരായിരിക്കണം. यदि हम यीशु मसीह के चेले हैं तो हम यीशु का अनुकरण करने वाले बनेंगे। യേശുവിനെ അനുകരിക്കണമെങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. यीशु मसीह का अनुकरण अगर करना है तो यीशु को ध्यान से देखना है। യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനുള്ള മാർഗം എന്താണ്? ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. यीशु मसीह को ध्यान से देखने का जरिया क्या है? मसीह के वचन को मनन करना। ബെരിയയിലെ വിശ്വാസികളെ പോലെ നമ്മൾ തന്നെ ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. बेरिया के विश्वासियों के जैसा हमें अपने आप को, वचन को मनन करना है। നമ്മൾ ലോകത്തെ ശ്രദ്ധിച്ചാൽ ലോകത്തെ അനുകരിക്കും. യേശുവിനെ ശ്രദ്ധിച്ചാൽ യേശുവിനെ അനുകരിക്കും. अगर हम संसार पर ध्यान केंद्र करें तो हम संसार की अनुकरण करेंगे। अगर यीशु मसीह पे हमारा ध्यान केंद्र करेंगे तो यीशु मसीह का अनुकरण करेंगे। ആരാണോ നമ്മളുടെ കൂട്ടുകാർ അവർ നമ്മളെ സ്വാധീനിക്കും. जो हमारे मित्र है वो हमारे ऊपर प्रभाव डालते हैं। ദൈവത്തിന്റെ വചനമാണ് നമ്മളുടെ സുഹൃത്തെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളെ സ്വാധീനിക്കും. ലോകവുമായിട്ടാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്കിൽ ലോകം നമ്മളെ സ്വാധീനിക്കും. परमेश्वर का वचन यदि हमारा मित्र है तो परमेश्वर का वचन हमारे ऊपर प्रभाव डालेगा, हमें प्रेरणा देगा। लेकिन अगर संसार के साथ हमारी मित्रता है, दोस्ती है, तो संसार हमारे ऊपर प्रभाव डालेगा और अपना प्रमाण हमारे ऊपर देगा। പ്രിയമുള്ളവരെ, ലോകം ഏത് തരത്തിലും നമ്മളെ അവിടേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ അഡ്വർടൈസ്മെന്റ്സിന്റെ പ്രളയമാണ്. നമ്മൾ കർത്താവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സജഷൻ പറഞ്ഞാൽ
ഓരോ വർഷവും ഒരു തവണയെങ്കിലും കുഞ്ഞുങ്ങൾ മുതൽ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഈ ദൈവത്തിന്റെ വചനം മുഴുവൻ ഒന്ന് വായിക്കുവാനെങ്കിലും നമ്മൾ സമയം കണ്ടെത്തണം. मसीह लोगों, ये जो बात है, संसार में हमें आकर्षित करने के लिए विज्ञापनों का इतना एक बोर्ड लगा हुआ है, लेकिन मैं चाहूंगा कम से कम बच्चों से लेकर बड़े तक कम से कम एक बार पूरी बाइबल जो है पढ़ लेना चाहिए एक साल में। साल में एक बार, कम से कम हर एक साल में एक बार आप परमेश्वर का वचन पढ़िए. വർഷത്തിൽ ഒരിക്കലെങ്കിലും ബൈബിൾ പഠിച്ചാലുള്ള പ്രയോജനം എന്താണ്? ഒന്ന്, നമ്മൾ യേശുവിനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ വിവരണങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വചനം കാണിച്ചു തരും. നമുക്ക് യേശുവിനെ പിൻപറ്റുവാൻ കഴിയും. अभी कम से कम एक बार अगर वचन पढ़ेंगे, इसका लाभ क्या होगा? हम यीशु मसीह को बारीकी से, यीशु मसीह के तमाम बातों को हम जान पाएंगे और यीशु का अनुकरण कर पाएंगे. യേശുവിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളാകും. यीशु मसीह का स्वभाव हमारा स्वभाव होगा. യേശുവിന്റെ താഴ്മ, യേശുവിന്റെ ശുശ്രൂഷ മനോഭാവം, यीशु मसीह की दीनता, नम्रता और यीशु मसीह का सेवा भाव, യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം, यीशु मसीह का प्रार्थना जीवन, യേശുവിന്റെ പിതാവുമായിട്ടുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മ, यीशु मसीह का पिता के साथ जो संगति है, जो सहभागिता है, യേശുവിന്റെ സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലാകുവാൻ ദൈവവചന ധ്യാനം നമ്മളെ സഹായിക്കും. मैं ही मार्ग हूँ, मैं ही सच्चाई हूँ, मेरे जीवन हूँ, ऐसा कहने वाला यीशु मसीह का वो मार्ग, वो सत्य हमारे अंदर हमारा जीवन बनेगा. അത് നമ്മളെ പാപത്തിൽ നിന്നും സൂക്ഷിക്കും. और वो हमें पाप से बचाएगा. അത് നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കും. वो हमारे दिमाग को विकसित करेगा. അത് നമ്മളുടെ കുടുംബ ജീവിതത്തെ ഭദ്രമാക്കും. वो हमारे पारिवारिक जीवन को सुरक्षा देगा. ഇന്ന് എന്തുകൊണ്ടാണ് ധാരാളം കുടുംബ ബന്ധങ്ങൾ, വിശ്വാസികളുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ കാരണം എന്താണ്? आज क्यों इतने अधिक तादाद में मसीह लोगों का पारिवारिक जीवन क्यों खराब होता है? വിവാഹ ദിവസം മുതൽ നമ്മൾ അതിന്റെ നല്ല എക്സാമ്പിൾ കാണിക്കാറുണ്ട്. शादी वाले दिन से लेकर ही हम उसका अच्छा नमूना दिखाते हैं. ആ നീളമുള്ള ഗൗൺ, വഴിയിൽ ഇങ്ങനെ ഇഴഞ്ഞ് വരുന്ന ആ ഗൗണുമായിട്ട് നമ്മുടെ മക്കള് പുറകിൽ നിന്ന് സ്റ്റേജ് വരെ എത്താൻ എടുക്കുന്ന സമയത്തിൽ കുറവേ പലപ്പോഴും നമ്മൾ പാസ്റ്റർമാർക്ക് പ്രസംഗിക്കാൻ കൊടുക്കാറുള്ളൂ വിവാഹത്തിന്. शादी के समय में जहां पर जो लड़की है, जो दुल्हन है, वो जो पीछे से लेकर मंच तक आने के लिए जितना समय लेती है, उससे भी कम समय प्रचारक को प्रचार करने को देता है. ഞാൻ ഓർത്തു ആ ഗൗൺ മുറിച്ചു കൊടുത്തായിരുന്നെങ്കിൽ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ വിവാഹത്തിന് ബ്ലൗസ് അതുകൊണ്ട് തയ്ച്ചേനെ. मैं सोचता था कि वो गाउन के पीछे जो लंबा कपड़ा है उसको काट देते तो कितने गरीब लोगों को कपड़ा सीने के लिए गरीब दुल्हन को मिल जाता. എന്റെ ഭാര്യയുടെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, ഏത് കൊറോണ ആയാലും വിവാഹം നടന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്റെ 50,000 രൂപയുടെ ലഹങ്ക എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, എന്റെ 50,000 രൂപയുടെ ഡ്രസ് ഞാൻ മേടിച്ചത് ഞാൻ എങ്ങനെ മനുഷ്യരെ കാണിക്കും, കൊറോണ ആയാലും അല്ലെങ്കിലും വിവാഹം നടന്നേ പറ്റത്തുള്ളൂ. आपकी पत्नी की एक मित्र ने जो उनके साथ काम करती है ऐसा कहा कि मैंने 50,000 का लहंगा ले रखा है, कोरोना हो या ना हो शादी तो होना ही है, क्योंकि नहीं तो मैं ये महंगा लहंगा जो लिया वो कैसे दिखाऊंगी दूसरों को. ഫോട്ടോ സെഷൻ 8 മണിക്കൂർ, പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ 8 മിനിറ്റ്. तस्वीर खींचने के लिए 8 घंटे लगाते हैं, सेवक को प्रचार करने के लिए 8 मिनट. ഇന്ന് ധാരാളം വിവാഹങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാൻ 8 മണിക്കൂർ.
आज बहुत से शादियां टूट क्यों जाता है? क्योंकि तस्वीर लेने के लिए 8 घंटे, വിവാഹത്തിന്റെ മാനുവൽ പറഞ്ഞു കൊടുക്കാൻ 8 മിനിറ്റ്, 12.5 മിനിറ്റ് കൂടുതൽ പാസ്റ്ററെ ഒരു മെയിൻ പ്രസംഗകന് 12.5 മിനിറ്റ്. लेकिन शादी के बारे में नियमों को बताने के लिए जो वचन से बताना होता है, मुख्य प्रचारक से कहते हैं कि आपको सिर्फ 12 मिनट, उससे ज्यादा बिल्कुल नहीं. വിവാഹം പ്ലേറ്റ് ഒന്നിന് 1800 രൂപ വരെ ആയെന്നാ കേട്ടത്. നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നതിന് അവസാന സ്ഥാനം കൊടുത്തപ്പോൾ शादी के लिए एक प्लेट के लिए 1000, अभी सुना 1800 तक चला गया है. लेकिन जिस बात को हमें प्राथमिकता देना है, उसको हम अगर प्राथमिकता नहीं दे, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ കുടുംബങ്ങൾ ഭദ്രതയുള്ളതാണ്. परमेश्वर के वचन को अगर प्रमुखता दे, प्राथमिकता दे, तो हमारी परिवार सुरक्षित रहेगा. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കും, ദൈവത്തെ ബഹുമാനിക്കും. അവർ അല്പം മാറിപ്പോയാലും അവർ മടങ്ങി വരും. परमेश्वर का वचन को अगर हम प्राथमिकता दे, तो हमारी बच्चे जो है वो माता पिता का आज्ञा मानेंगे, वो परमेश्वर के वचन का वो आदर करेंगे. अगर बीच में थोड़ा भटक भी जाए तो वो फिर लौट आएंगे. ആരാണ് ശിഷ്യൻ? യേശുവിനെ, ഗുരുവിനെ അനുഗമിക്കുന്നവൻ, ഗുരുവിനെ അനുകരിക്കുന്നവൻ, ഗുരുവിനെ അനുസരിക്കുന്നവൻ. कौन है चेला? जो गुरु का अनुकरण करता है, जो उसके पीछे चलता है और जो उसका आज्ञा को मानता है, उसकी कदर करता है, उसका आदर करता है. ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. आज रात का हम परमेश्वर के सामने एक निर्णय लेंगे. കർത്താവേ, എനിക്ക് ഈ ലോകത്തിൽ ഞാൻ എന്തു നേടി എന്നുള്ളത് it is not the primary thing in my life. അതല്ല എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം. मसीह, ये संसार में मैंने क्या पाया, ये मेरे लिए बुनियादी बात नहीं है. എനിക്ക് എന്റെ യേശുവിനെ അനുഗമിക്കണം. मुझे मेरे यीशु मसीह के पीछे होना है. എനിക്ക് എന്റെ യേശുവിനെ അറിയണം. मुझे मेरे यीशु को जानना है. എനിക്ക് എന്റെ യേശുവിനെ പോലെ ആകണം. मुझे मेरे यीशु के जैसा बनना है. എനിക്ക് എന്റെ യേശുവിനെ അനുകരിക്കണം. मुझे मेरे यीशु का अनुकरण करना है. എന്റെ യേശുവിന്റെ ആജ്ഞ എനിക്ക് അനുസരിക്കണം. मेरे यीशु मसीह की आज्ञाओं का मुझे पालन करना है. നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം. हमारे जीवनों को हम परमेश्वर के सामने समर्पण करें. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു. मसीह, हम आपकी उपस्थिति में आते हैं. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. हम बहुत ही क्लेश की और बहुत ही दुख भरी ऐसी अवस्था में हम गुजर रहे हैं. ലോക ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിസ്സഹായ അവസ്ഥയിലൂടെ ആധുനിക ലോകം കടന്നു പോവുകയാണ്. संसार के इतिहास ने नहीं देखा इस तरह से ऐसा एक बेबस अवस्था, एक मजबूर अवस्था में संसार गुजर रहा है. കർത്താവേ, ഈ അവസ്ഥയിലും ഞങ്ങൾ കർത്താവേ അവിടുത്തെ ശിഷ്യന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर, ऐसी अवस्था में भी मसीह हम तेरे चेला बने रहना चाहते हैं. അങ്ങയെ അനുകരിക്കുവാൻ, അങ്ങയെ അനുസരിക്കുവാൻ, അങ്ങയെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. आपका अनुकरण करने के लिए, आपकी आज्ञा मानने के लिए, आपके पीछे होने के लिए हमारी सहायता मदद करना परमेश्वर. കർത്താവേ, as a church we accept that, Lord, we have been so many ways, have abandoned your ways and we have disobeyed. കർത്താവെ, ഞങ്ങൾ ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടവർ, ലോകത്തിന്റെ ഉപ്പായിരിക്കേണ്ടവർ, ഞങ്ങൾ ലോകക്കാരെ പോലെയായി അവിടുത്തെ സ്വഭാവങ്ങൾ കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. मसीह, कलीसियाई तौर पर हम ये मानते हैं प्रभु जी, कहीं तो हम आपको छोड़कर, आपके वचनों को छोड़कर चले गए थे. हम जो संसार के ज्योति होना था और यहाँ पर जो प्रकाश को हमें देना था, हम संसार के नमक होने थे उनके जीवन को स्वाद देने के लिए. लेकिन प्रभु जी, कहीं पर हम मानते हैं हम ये नहीं कर पाए. ലോകം എന്തിന്റെയൊക്കെ പുറകെ പോയോ? പണത്തിന്റെ, പ്രശസ്തിയുടെ, സുഖ സൗകര്യങ്ങളുടെ, ലക്ഷറിയുടെ, കർത്താവെ
ധാരാളിത്തത്തിന്റെ സെൽഫിഷ്നെസിന്റെ പുറകെ ലോകം പോയത്, അതിന്റെ പുറകെ അതേ പാറ്റേണിൽ ഞങ്ങളും പോയി എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. मसीह संसार की लीला विलास में, संसार की धन बटोरने में, संसार में मान सम्मान पाने के लिए, संसार में प्रसिद्ध होने के लिए और संसार की मौज मस्तियों में प्रभु जी हम भी कभी कभी हम उसी ढांचे में हम फंस गए, हम ये मानते हैं। ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ധാരാളിത്തത്തിനു വേണ്ടി ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ വാഹനങ്ങൾ, ഞങ്ങളുടെ വസ്ത്രങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പലപ്പോഴും മാതൃകയുള്ളതാക്കുന്നതിൽ ഞങ്ങൾ അമ്പെ പരാജയപ്പെട്ടു പോയി എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, मसीह हमारी उद्धारता में और हम अच्छे नमूने बनने में प्रभु जी हम विफल रहे, ये मानते हैं। കർത്താവെ, ഇന്ന് ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നതിന്റെ കാരണം ഞങ്ങളും കൂടിയാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. मसीह आज संसार जिस परिस्थिति में है हम इसके जिम्मेदार हैं, हम भी इसके कारणभूत है, ऐसा मानते हैं प्रभु जी। Lord, forgive us and help us to turn back to you, Lord. मसीह हमें क्षमा करना और आपके पास लौट आने के लिए, मन फिराने के लिए सहायता करना। Let us remove all our hypocrisy, all our show off. Help us to turn back to you in repentance and follow you as real disciples. हमारे सारे कपट को हटाने के लिए, सारे दिखावा को हटाकर, अपने आप को मन फिराकर प्रभु जी पाप का क्षमा मांगते हुए आपके पास लौटने के लिए हमारी सहायता करें। കർത്താവേ, ഇന്ന് ഈ മീറ്റിംഗിൽ, ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. കർത്താവേ, ഞങ്ങൾ ഹൃദയം പൊട്ടിക്കരഞ്ഞ് അങ്ങയോട് മാപ്പപേക്ഷിച്ച് ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി, കർത്താവേ, ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ കരയുവാൻ, ഇടവിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. संगति में आए हुए तमाम लोग प्रभु जी हमारे पापों को अंगीकार करते हुए, क्षमा मांगते हुए, हमारे हृदय को टूटे हुए हृदय के साथ हमारे देश के लिए, हमारे लोगों के लिए कष्ट में जो है प्रभु जी, उन तमाम लोगों के लिए आंसू के साथ प्रभु जी हम प्रार्थना करते हैं। Thank you for answering our prayers. In Jesus' name we pray. हमारे प्रार्थनाओं का उत्तर दिया उसके लिए धन्यवाद, यीशु मसीह के नाम से मांगते हैं, आमीन। Thank you so much.